യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായമാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 5 പുസ്തകം നിങ്ങൾക്കറിയാം ചരിത്ര പുസ്തകങ്ങളാണ്. 4 സുവിശേഷ പുസ്തകവും ഒരു അടുത്ത പുസ്തകം അപ്പോസ്തല പ്രവൃത്തി. ഈ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം രണ്ടായിട്ട് പഠിക്കണം. 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം സഭയുടെ ആരംഭ ചരിത്രവും. അങ്ങനെ 5 പുസ്തകം ചരിത്ര പുസ്തകം. പിന്നീട് നമുക്കറിയാം 21 ലേഖനങ്ങളാ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഈ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശങ്ങളാണ്, മുഴുവൻ ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വരുന്നവർക്ക് നന്നായിട്ട് ഉപദേശം കൊടുക്കണം. ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാ ജീവിക്കുകയും ചരിക്കുകയും ആ ഉപദേശപ്രകാരം നിൽക്കുന്നവരെ ചേർക്കാനാ യേശു വരുന്നത്. അതുകൊണ്ട് ആ ശുശ്രൂഷകരെ ആകുമ്പം ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്, ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണമെന്ന്. കാശുള്ള ചായം കാണും, കാശില്ലാത്ത അമ്മാമ്മ കാണും, കാശുള്ളവർ കാണും, കാശില്ലാത്തവർ കാണും, പണമുള്ളവൻ പണമില്ലാത്തവൻ, കളറുള്ളവൻ കളറില്ലാത്തവൻ, പിടിപ്പുള്ളവൻ പിടിപ്പില്ലാത്തവൻ. പക്ഷേ മുഖം നോക്കരുത്, തീർത്ത് ഉപദേശം പറയണം. അയ്യോ ഞാൻ ഉപദേശം പറഞ്ഞാൽ ഈ കുടുംബം മിക്കാരും വിട്ടുപോകാൻ ഇരുന്നിട്ടും വലിയ കാര്യമില്ല. കാരണം അവിടെ ചെല്ലുമ്പോ കണക്ക് കൊടുക്കണം. ചോദിക്കും, എന്നോടും ചോദിക്കും. പിന്നെ ഒരാൾ അവിടോട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. പണ്ടൊരുത്തൻ സഭയുടെ പണ്ട് മോടിച്ചൊടുവിൽ അവനെ ഏക്കുന്നില്ല. അവസാനം പറഞ്ഞടാ സ്വർഗത്തിൽ ചെല്ലുമ്പോ സൈമ ദൈവം നിന്നെ പിടിക്കും. അവൻ പറഞ്ഞ് സ്വർഗത്തിൽ ചെന്നിട്ട് വേണം. അപ്പൊ ശ്രദ്ധിക്കുക, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം മറ നീക്കി ദൈവം നേരത്തെ എല്ലാം ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുക. സമയമായപ്പം കർട്ടൻ മാറ്റി വെളിപ്പെടുത്തി. അങ്ങനെയുള്ള വെളിപ്പാട് പുസ്തകം 22 അധ്യായം. ഇങ്ങനെയാണല്ലോ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ. അതിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണെന്ന് ഓർപ്പിച്ചു. നിങ്ങൾക്കറിയാം അതിൽ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. അങ്ങനെയുള്ള ചരിത്ര പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെഴുത്താണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കണമല്ലോ, സുവിശേഷ യോഗമല്ലേ, അതുകൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ല. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഞാൻ പറയുന്ന കാര്യം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുകയാണ്. എനിക്കും അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അത് വെളിപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ നിങ്ങളോടല്ല കൂടുതലും പറയുന്നത്. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുടെ അവരുടെ അറിവിന് പറയുക. ആമേൻ, സ്തോത്രം. സുവിശേഷം എന്താ? ഈ സുവിശേഷം സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറുകല്ല. ആളെ കൂട്ടി പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളവും ബഹളവും മേളവും ഒന്നുമല്ല. റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. ഇപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വന്ന എത്ര സ്ഥലത്താ ബ്ലോക്ക്? അതുകൊണ്ട് ഇച്ചിരി താമസിച്ചല്ലേ, കുറച്ചുകൂടെ നേരത്തെ വന്നേന്. റോഡിലങ്ങ് ബ്ലോക്കാ. അപ്പൊ ഞങ്ങൾ വന്ന പൊരുത്തം പറഞ്ഞു, നിക്ക്. ഡ്രസ് കൂടെ കണ്ടപ്പോ അവനെ ഇളകി. അവനെ ഉദ്ദേശിച്ച് ഡ്രസ് മാറ്റാൻ പറ്റുമോ? അല്ല, അങ്ങനെ മാറ്റുന്നവരൊക്കെ ഉണ്ട്. എന്നിട്ട് ആകാവ് പറഞ്ഞല്ലോ, ഞാൻ വേഷം മാറി പടയിൽ കിടക്കും, നീ വേഷം ഇട്ടോണ്ട്. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതോ വടിവാള് കടക്കി മതത്തിൽ ചേർക്കുന്നത് മാർഗമൊന്നുമല്ല സുവിശേഷം. ഭീഷണിപ്പെടുത്തുകയല്ല, മോഹനവാഗ്ദാനം കൊടുത്ത് അവനവൻ നിൽക്കുന്ന സംഘടനയെ ചേർക്കുകയല്ല, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുകയല്ല, മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ആമേൻ. മാനവജനതയുടെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. വാക്യം എല്ലാവർക്കും മനപ്പാടമാ. അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ അറിവിന് വായിച്ചോ. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിച്ചോ. പെട്ടെന്ന് വായിക്കണം, ചടി ഇരുട്ടത്തിരുന്ന കാണാമോ? വെട്ടത്ത് വന്നിരിക്കും. ഫാന്റെ കാറ്റ് കൊണ്ട് താളം മറിഞ്ഞു പോകും. ദാവീദിന്റെ
ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്ന സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ ശ്രോതാക്കളോട് വീണ്ടും ആമൻ ഓർപ്പിച്ചുണർത്തട്ടെ. മതം മാറ്റമല്ല, സഭ മാറ്റമല്ല, ആൾക്കാരുടെ സൗകര്യം കെടുത്തുകയല്ല, റോഡ് തടയുകയല്ല, ഭീഷണിയല്ല. ആമൻ സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു, അതാ സുവിശേഷം. അധികം വിവരിക്കുന്നില്ല. ഇനി എന്തിനായി സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറയുന്നത് കുറെ പേരുടെ വയറ്റിപ്പഴപ്പിനാണ്. എല്ലാവരും വയറ്റിപ്പഴപ്പിനായി നടക്കുന്നത് ഇല്ലയോ? മിണ്ടുന്നില്ല. 9 കഴിയട്ടെ. വയറ്റിപ്പഴപ്പ് അന്നാരം അറിയാം ഇല്ലേ? ചില ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. വയറ്റിപ്പഴപ്പിനാണ്. മൂക്കയിരിക്കുന്ന കണ്ണട എടുത്ത് മടക്കും പോകാൻ. വയറ്റിപ്പഴപ്പാ. പിള്ളേരുന്ന ഒരുത്തം പറഞ്ഞു വയറ്റി പൈലോ അടിക്കുന്നു. അവന്റെ ഭാഷയാണ്. എല്ലാരും വയറ്റിപ്പഴപ്പിനാണ്. സുവിശേഷം വയറ്റിപ്പഴപ്പിനല്ല. ചില ആൾക്കാർ പറയുന്നത് ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും നല്ല മനുഷ്യരും അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്ന അതിൽ കൊള്ളുകയില്ലാത്ത ഞാനേ ഉള്ളായിരുന്നു. ഒരു വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നെ പറ്റി പല ആക്ഷേപമുണ്ട്. അതിൽ ചില ആക്ഷേപങ്ങൾ അതാ. ഒരുത്തം പറഞ്ഞ വിവരമില്ലെന്ന്. സത്യം. അതെ, സത്യമായ കാര്യം. വേറൊരാൾ പറഞ്ഞു എനിക്ക് സ്റ്റാൻഡേർഡ് ഒന്നുമില്ലെന്ന്. അതും സത്യമാണ്. നല്ല സ്റ്റാൻഡേർഡ്. അതിലൊരു സ്തോത്രം പോലും പറയാതിരിക്കുന്നത്. എന്ത് സ്റ്റാൻഡേർഡിലായിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് കൈവിടണ്ട. നമ്മുടെ പെന്തിക്കോസിൽ തന്നെ ഒരു അച്ചായൻ ഒരിക്കൽ വേറൊരാളോട് പറഞ്ഞു, അവന് വിവരമൊന്നുമില്ല, അവൻ്റെ പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ പറയാം, അവൻ്റെ തന്ത കള്ള് ഷാപ്പിലെ ജോലിയല്ല, അതിൻ്റെ വിവരം ഉള്ളെന്ന്. സത്യമാണ്. വേറെ സംബന്ധിച്ചല്ലേ, എൻ്റെ അപ്പന് കള്ള് ഷാപ്പിലൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ കള്ള് ഷാപ്പിലെ ജോലിയാണെങ്കിലും പുള്ളി കള്ള് കുടിക്കുകയല്ല. പറയുന്ന പല ആൾക്കാരും കള്ള് ഷാപ്പിൽ ജോലി ഒന്നുമില്ലെങ്കിൽ എപ്പോഴും കുടിയാ. കുടിച്ചാലും അവർ പറയും ഞങ്ങളുടെ ഇടവകയിലെയാണ്. കുടിച്ച് ഇടയ്ക്കകത്താ ഓടയ്ക്കും. അപ്പൊ പല ആക്ഷേപങ്ങളാ. ഇതെല്ലാം സത്യമാണ്. വേറൊരു ചൊരുത്തം പറഞ്ഞു അയാൾ കുടുംബത്തിൽ പറഞ്ഞവനല്ലെന്ന്. നിങ്ങൾ കുണ്ടറക്കാരൊക്കെ കുടുംബക്കാരാ, പണിക്കരുകാരൊക്കെ ഉണ്ട്. പണിക്കര് ഇല്ലേ? തോമാ പണിക്കര്, ചാക്കോ പണിക്കര് കുടുംബക്കാരാ. ഒന്നും മിണ്ടുകയല്ല, പമ്മി ഇരിക്കുക. അടൂര് സൈഡെല്ലാം മുതലാളിമാരാ അല്ലേ? ദേവലക്കര എല്ലാം വൈദ്യന്മാരാ, എല്ലാം കുടുംബക്കാരാ. അപ്പൊ എന്നെ പറ്റി പറഞ്ഞ അയാൾ കുടുംബത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യം, ആശുപത്രി പ്രസവിച്ചെന്ന അമ്മ പറഞ്ഞു കേട്ടേക്കുന്നു. കുടുംബത്തിൽ പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഒത്തിരി അപാകതകളുണ്ട്. പക്ഷേ അപാകതയുള്ളത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. മിടുക്കന്മാരും ഉന്നതന്മാര് ശ്രേഷ്ഠന്മാരും ഒക്കെ കിടക്കുമ്പോൾ അവരുടെ നടുവിൽ ഈ പൊട്ടനാകുന്ന എന്നെ കർത്താവ് തെരഞ്ഞെടുത്തല്ലോ. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാം. എൻ്റെ വീട് കുട്ടനാട്ടിൽ, ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ കാവാലത്താ. പ്രഗത്ഭന്മാരൊത്തിരി ഉണ്ട്. അറിവുള്ളവർക്ക് മനസ്സിലാകും. ലോക ചരിത്രത്തിൽ തന്നെ 3 കായൽ സ്വന്തമായിട്ട് നികത്തിയെടുത്തിയ ആളാ മുരിക്കൻ. കായൽ രാജാവ് എന്നൊക്കെയാ പറയുന്നത്. ഒരിക്കൽ സൺഡേ സപ്ലിമെന്റിലും ഒക്കെ വന്നതാ. കായൽ രാജാവ് മുരിക്കൻ. ചിത്തിര മാർത്താണ്ഡ റാണി 3 കായൽ സ്വന്തമാണ്. കായൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലം. എനിക്ക് എൻ്റെ അപ്പനും എനിക്ക് ഒരു പറ കണ്ടം പോലും ഇല്ലായിരുന്നു. പക്ഷെ മുരിക്കനെ തെരഞ്ഞെടുത്തില്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. വളരെ പ്രഗത്ഭനായ ആളാ. കാവാലത്തിൽ ഉള്ള ഒരാളാണ് ചാലയിലെ സർദാർ KM പണിക്കര്. അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിലൊക്കെ അംബാസിഡർ ആയിട്ടിരുന്നതാണ്. എനിക്ക് തോന്നുന്നത് മൈസൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ തന്നെ പ്രഗത്ഭനായ മനുഷ്യനാണ് സർദാർ KM പണിക്കര്. അവരുടെ സ്വത്ത് എവിടാന്നൊന്നും അവർക്ക് അറിയാമല്ല, അങ്ങ് കിടക്കുക. പക്ഷെ അദ്ദേഹത്തെ ദൈവം തെരഞ്ഞെടുത്തില്ല, എന്നെയാ തെരഞ്ഞെടുത്തത്.
ഞാൻ പണിക്കരൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളാ, പക്ഷെ പണിക്കര എടുത്തില്ല. എന്നെ ദൈവം ഞങ്ങളുടെ നാടിന് തൊട്ടടുത്ത് ആ പുളുങ്കുന്ന് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. അവിടെ ഒരു പ്രഗത്ഭനായ മനുഷ്യനുണ്ടായിരുന്നു, IC ചാക്കോ എന്ന് പറയും. IC ചാക്കോ അദ്ദേഹം 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ച ആളാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ലണ്ടനല്ല, 800-കളിൽ ലണ്ടനിൽ പോയി IC ചാക്കോ. അദ്ദേഹം ഭൂഗർഭ ശാസ്ത്രത്തെ പറ്റി ജിയോളജിക്കലായിട്ട് വളരെ അഗാധ പാണ്ഡിത്യമുള്ള, എനിക്കൊന്ന് കേംബ്രിഡ്ജിലാന്നോ ഓക്സ്ഫോർഡിലാന്നോ പഠിച്ചയാളാണ് അന്നത്തെ കാലത്ത് 800-കളിൽ. നിങ്ങൾ എന്നെ ഞെട്ടാഞ്ഞ്? ഞാനവിടുത്തെ അത് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങളിപ്പോ പറയാം അതിലും വലുത് കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടിയിട്ടില്ല. അപ്പൊ 1800-കളിൽ അദ്ദേഹം ലണ്ടനിൽ പോയി പഠിച്ചതാണ്. പ്രഗത്ഭനായ മനുഷ്യനാണ് IC ചാക്കോ. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല, വിവരദോഷിയാകുന്ന എന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഇതെല്ലാം കാര്യം എത്ര പ്രഗത്ഭന്മാര്. നിങ്ങൾക്കറിയുള്ള ആളാ കാവാലം നാരായണ പണിക്കർ. അടുത്ത കാലത്ത് കേരള സംഗീത അക്കാദമിയുടെ ഒക്കെ ചെയർമാനായിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മകനാ കാവാലം ശ്രീകുമാർ. സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യമാണ്, വളരെ പ്രഗത്ഭരാവരല്ല. പക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെയാ തിരഞ്ഞെടുത്തത്. കാവാലം ശ്രീകുമാർ എന്ന് പറയുന്ന മാന്യ അദ്ദേഹം സംഗീത കച്ചേരിയൊക്കെ നടത്തി എന്തോ പക്ഷെ എനിക്ക് കച്ചേരിയൊന്നുമില്ല, സ്വരവും കൊള്ളുകയല്ല, നിങ്ങൾക്കും അറിയാം, ശബ്ദവും അത്ര നല്ലതുമല്ല. ചെന്നാളൊരാൾ ഇങ്ങനെ വെക്കുന്ന കണ്ട് ഞാൻ പാടിയപ്പം കൊള്ളുകയല്ല. അതിനാ ഒട്ടാരക്കല്ല് തോമസ് സാർ ചെയ്തപോലെ ചെവി വെക്കാനൊന്നും കണ്ടില്ല. പുള്ളി 2 ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തങ്ങ് വെച്ചു. സാധാരണ പുള്ളിയുടെ ഈ പഞ്ഞി ഉള്ളതാ. അന്ന് യോഗത്തിന് പോയപ്പോ പഞ്ഞി എടുക്കാൻ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുമല്ല, അല്ലപ്പം ഉണ്ടാക്കും ചിലര്. അപ്പൊ സാറ് ശല്യമൊന്നുമില്ല, ബാഗ് തുറന്ന് വെച്ച് പഞ്ഞി എടുത്ത്. അന്ന് പഞ്ഞി മറന്നുപോയി, വെക്കാനോട്ടൊന്നുമില്ല. പുള്ളി നോക്കിയപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇരിക്കുന്നു, 2 എണ്ണം എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ കാര്യത്തിൽ യാതൊരു ഗുണഗണവും യാതൊരു യോഗ്യതയില്ലാതിരുന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്തു. TPM-ൽ പാടുന്നൊരു പാട്ടിന്റെ വരിയുണ്ട്, നിങ്ങൾക്കറിയാം. അറിയാവുന്നവർ വേണേ ഒന്ന് പാടിക്കോ, എന്നെ കൊണ്ട് തന്നെ പാടിപ്പിക്കരുത്. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ, വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അവിടെ നമുക്ക് മുമ്പോട്ട് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു, നസറായനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ആമൻ. ഒരു ജോലിയില്ലാത്തവരുടെ മാർഗമല്ല, വൈദ്യപ്പഴപ്പല്ല, ആളെ കൂട്ടുകയല്ല, മതത്തിൽ ചേർക്കുകയല്ല, സഭയെ ചേർക്കുന്ന നല്ല വിഷയം. അത് എന്തിനാ സുവിശേഷം? ഒറ്റ വാക്ക് പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാ. വായിച്ചോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ട്. അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചു സഹായിച്ചാട്ടെ. ഉള്ളത് തന്നെയാ പറയുന്നത്, കേൾക്കുന്നവർ കൂടെ അറിയണമല്ലോ. വായിച്ചോ തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അനന്തമേ ശിക്ഷിച്ച് വളർത്തുന്ന വാക്യമെങ്കിലും സഹോദരി മൈക്ക് കൂടെ ഒന്നുകൂടെ വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എല്ലാം എടുപ്പിക്കുന്നില്ല. സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാ. എല്ലാവരും രക്ഷപ്പെടണം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരമാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു പരിശുദ്ധ നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം.
ഈ നാമത്തിൽ പാപമോചനമുണ്ട്, നാമത്തിൽ രോഗശാന്തിയുണ്ട്, നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, ഈ നാമത്തിൽ വിടുതലുകൾ നടക്കും, ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും, ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, ഈ നാമത്തിൽ ബന്ധനങ്ങൾ അടിക്കും, ഈ നാമത്തിൽ പുതുഭാഷകൾ സംസാരിക്കും, ഈ നാമത്തിൽ കുരുടർക്ക് കാഴ്ച ലഭിക്കും, ഈ നാമത്തിൽ മുടന്തര് തുള്ളിച്ചാടും, ഈ നാമത്തിൽ കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടാകും, ഈ നാമത്തിൽ മരിച്ചവർ ഉയർക്കും. ഈ നാമം പരിശുദ്ധ നാമമാണ്. ഇത് സുഗന്ധ തൈലം പോലെയാ, ഇത് പകർന്ന തൈലം പോലെയാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വിടുതൽ നടത്തുന്ന യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാഴ്ചുവേണ്ടും നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാഴ്ചുവേണ്ടും നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോർ. ഇന്ന് രാത്രി അവൻ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ പിന്തുടർച്ച കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. പണിക്കര് കുടുംബമാണെന്ന് പറഞ്ഞാലൊന്നും രക്ഷിക്കപ്പെടുകയില്ല, മുതലാളി കുടുംബമാണെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുകയില്ല, വൈദ്യന്മാരാന്ന് പറഞ്ഞാലും രക്ഷപ്പെടത്തില്ല. അച്ഛനുണ്ട്, കന്യാസ്ത്രീ ഉണ്ട്, ചെമ്മാച്ചനുണ്ട്, ആമൻ തിരുമേനി ഞങ്ങളുടെ ആളാ, അടുത്ത ആളാ, ഞങ്ങളുടെ വകയപ്പെട്ടതാ, അതൊക്കെ നല്ല കാര്യം. മെത്രാപ്പോലത്തെ ഞങ്ങളെ ഒരു കുടുംബത്തിൽപ്പെട്ടതാ, അത് നല്ല കാര്യം. കുണ്ടറ പള്ളി ഇരിക്കുന്ന ഞങ്ങളുടെ വല്യപ്പൻ കൊടുത്ത സ്ഥലത്താ, അവിടെ ഇരിക്കട്ടെ, പൊളിക്കുവൊന്നും വേണ്ട. നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ആ തോമാസ് ലീഗ 7 പള്ളി വെച്ചെന്ന വീരസ്യം പറഞ്ഞ ഒരു പള്ളിയും വെച്ചില്ല. തോമാസ് ലീഗ അങ്ങനെ പള്ളി വെക്കാനാ? എടാ പൊട്ട, എഴുതി 1-ാം ലേഖനം എടുക്കും കേക്കട്ടെ. എഴുതി 1-ാം ലേഖനം 4-ാം അധ്യായം വായിച്ചു. 8 മുതൽ വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ല. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാഴുമെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാണ്. അടുത്തത് ദൈവം അപ്പോസ്തലന്മാരായി ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ. മൈക്കിനൊരു ചെലമ്പിച്ച ശബ്ദം കേൾക്കുന്നത്, അതെന്താ അങ്ങനെ വരുന്നത്? മൈക്കിന്റെ കുഴപ്പമാണോ പുള്ളിക്കാരുടെ കുഴപ്പമാണോ? മൈക്കിന്റെ കുഴപ്പം. അല്ല, പുള്ളിക്കാരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കും. ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാണ്. ദൈവം അപ്പോസ്തലന്മാരായ, അപ്പോസ്തോലനല്ല അപ്പോസ്തലന്മാര്, ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഓടിച്ചു വായിച്ചോ സഹോദരി. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. ഞങ്ങൾ ബഹുവചനമാ. ഇതെഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്ത വാക്യം മൈക്കിക്കൂടെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഒടുക്കുവാനില്ലാതെയും
ഈ നാഴിക വരെ സഹോദരിക്ക് ഞാൻ വേറെ വാക്യം തരാൻ പിണങ്ങരുത്, ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാർ, ആരാ? പൗലോസ്, പത്രോസ്, എല്ലാരും പ്രാതാക്കൾ, പത്രോസ്, ആന്ത്രയോസ്, യാക്കോബ്, യോഹന്നാനും പിന്നെ ബർത്തോലോമായി, മത്തായി, വിശന്നും ദാഹിച്ചും. അങ്ങനല്ലയോ ചൊല്ലിയ? സമുദായത്തിൽ അങ്ങനല്ലേ ചൊല്ലിയേ? പ്രാതാക്കൾ ആരും ഉറങ്ങിപ്പോയോ? അൽവായീതനയൻ യാക്കോബും യാക്കോബിൻ പ്രാതാവാകും യൂദാസ്കറിയോത്തും 12 എണ്ണം. അവരുടെ കാര്യമാണ് പറയുന്നത്. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന്. അപ്പോസ്തലന്മാരുടെ ആദ്യ ആരംഭത്തിലെ ശുശ്രൂഷ എങ്ങനെ? വിശന്നത് കണ്ടല്ലയോ ആരുടെയോ വയലിലിറങ്ങി ആമ കതിര് പറിച്ച് തിരുമിത്തുന്നത്. ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്, പക്ഷെ ശുശ്രൂഷ കഴിഞ്ഞ് ചാപ്പാടൊന്നും ഇല്ല. ഇപ്പൊ ശുശ്രൂഷ ഒന്നും വലുതല്ലെങ്കിൽ ഇത് കഴിയുമ്പോ നല്ല നാളെ ഒരാൾ പറഞ്ഞു ഒന്ന് കഴിക്കേണ്ടതായിരുന്നു. എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. കഴിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാനങ്ങ് നേരത്തെ പോകും. ശുശ്രൂഷ ഒന്നും കാര്യമായിട്ടില്ലെങ്കിലും. അപ്പോൾ ഇവിടെ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും പിന്നെ ദാഹിച്ചു. വെള്ളമൊന്നും കിട്ടുന്നില്ല. ശുശ്രൂഷയൊക്കെ കഴിയുമ്പോ വിശപ്പാ, വല്ലവരും വിളിച്ചാലായി. പ്രാണം തല്ലിയായി പോകുന്നത്. അതല്ലയോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടായിരിക്കാം, സഹിഷ്ണുതയും കുറവായിരിക്കാം. ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ആഹാരം കഴിച്ചു. നമ്മുടെ ആൾക്കാരും അങ്ങനെ കല്യാണത്തിന് പോയിച്ച് കഴിപ്പെല്ലാം കഴിഞ്ഞാച്ചാ വെള്ളം തപ്പി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈ കഴുകാൻ ആദ്യം ഇരുന്ന് കഴിച്ചത്. കൈ കഴുകാച്ചായിരുന്നെങ്കിൽ കഴിച്ചു നേരെ അവളോട്ടങ്ങ് പോയാൽ പോരായിരുന്നു. കൈ കഴുകാനായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയാ വെള്ളം ആട്ടെ. അപ്പൊ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും പിന്നെ ദാഹിച്ചും ഉടുക്കുവാനില്ലാതെ. അയ്യോ ഉടുക്കാനില്ല. അന്നേരം പത്രോസിന്റെ തുണി ഇച്ചിരി അവിടെ ഇരിപ്പുണ്ടെന്ന്. ഉടുക്കാനില്ലായിരുന്നു നേരം ചൊവ്വനും. അന്നേരം പറഞ്ഞു അത് ഇച്ചിരി കൊണ്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ഉടനെ അതും എടുത്തോണ്ട് ആ കോട്ടയം സൈഡിലോട്ട്. കോട്ടയംകാർ പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ തുണി കിട്ടിയെന്ന്. എന്നെ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നത്? പേടിച്ചിരിക്കുകയാണ്. തല്ലുകൊള്ളുക ഞാൻ തന്നെ കൊള്ളുക, എല്ലാത്തിനും കൊള്ളിച്ചേ പോകുള്ളൂ. അതുകൊണ്ട് എന്റെ കൂടെ യോജിച്ച് നിന്നാ നല്ലതാ. ആരെയാ സേവിക്കുന്ന? യേശുവിനെ. അവിടുന്ന് ആരാ? ജന്മസ്ഥലം വഴികം പല്ലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴികം പല്ലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ അറിയാവുന്ന ചേർന്ന് പാട്. വഴിയാധാര ജീവിയായി നീ. മുതലില്ലാതെ തലചായ് പാനം മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ. 33 കൊല്ലം യഹൂദന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോൽ നിന്നല്ലോ നീ. അപ്പൊ ശ്രദ്ധിക്കുക, അരക്കാശിന് മുതലില്ല, കയറി കിടക്കാൻ ഇടമില്ല. എന്റെ ഭാഷയെ പറഞ്ഞ ഉടുതുണിക്ക് മറുതുണിയില്ല. അപ്പോസ്തലന്മാരും പ്രാരംഭ സമയത്ത് ഇങ്ങനെ തന്നെ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും പിന്നെ ദാഹിച്ചും ഉടുക്കാനില്ലെന്ന്. എന്നാലും ഇതിനും വേണ്ട തുണി കൂടുതലും കേരളത്തിലാ തുണി വരുന്നത്.
ഒടുവിൽ അവിടുത്തെ ആ വസ്ത്രവും കൂടെ എടുത്ത് എല്ലാരും കൂടെ ചീട്ടിട്ട് കുത്തുകൊണ്ട് പിന്നെ അടുത്ത പദം സ്ഥിരവാസം കൂടാതെയും. സ്ഥിരവാസം കൂടാതെ. ഇതായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ ജീവിതവും രീതിയും ശുശ്രൂഷയും. അന്നേരം എങ്ങനെ ഇവിടെ നിന്ന് പള്ളി പണിയുന്നേ? ആമച്ചായ ഉള്ള ഊളത്തരമെല്ലാം പറഞ്ഞു ചിലരുടെ മുഖത്തൊരു കഷായം കുടിച്ച പ്രതീതി. കൈപ്പുള്ള കഷായം കുടിക്കുമ്പോൾ മുഖത്തൊരു ഷേപ്പ് കേട് വരും. ഇവിടെ തോമായും വന്നില്ല, 7.5 പള്ളിയും പണിതിട്ടില്ല, നമ്പൂതിരിമാരെ ആരും ഇവിടെ മുക്കിയിട്ടുമില്ല. 1-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാരും കേരളത്തിൽ ഇല്ലായിരുന്നു. 1, 2, 3 നൂറ്റാണ്ടിലൊക്കെ അറിയാമല്ലോ, ദ്രാവിഡ സംസ്കാരമാ, പിന്നെ ബുദ്ധ ജൈന സംസ്കാരം. ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് കഴിഞ്ഞ പിന്നെ ആര്യന്മാരിങ്ങോട്ട് പറ എന്നെ ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. ആര്യന്മാര് കുടിയേറിയതെന്ന്. അത് കഴിഞ്ഞല്ലോ ബ്രാഹ്മണിസമൊക്കെ വന്നത്. പിന്നെ പുരാണ കഥയിലുണ്ട് പരശുരാമൻ മഴു എറിഞ്ഞ് കേരളം സ്ഥാപിച്ചെടുത്തെന്നൊക്കെ. അത് പുരാണം, ഐതിഹ്യമാണ്. പിച്ചാത്തി എറിഞ്ഞാൽ അങ്ങനെ വല്ലതും സ്ഥലം പൊങ്ങി വരുമോ? അങ്ങനെ അങ്ങോട്ട് നോക്കി അങ്ങ് എറിഞ്ഞാൽ മതിയല്ലോ. പിച്ചാത്തിയും കമ്പ് എറിഞ്ഞാലൊന്നും പൊങ്ങി വരുന്നതല്ല, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ അത് ഐതിഹ്യമായി. പിന്നെ അതിൽ ആ കാലത്ത് ക്ഷത്രിയ നാശമൊക്കെ നടത്തിയ കാര്യം നിങ്ങൾക്ക് ചരിത്രം പുരാണ കഥയാ. അപ്പൊ ഒരു 32 33 ബ്രാഹ്മണ കുടുംബത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചെന്നൊക്കെ ഐതിഹ്യമാണ്. ഇവിടെയുള്ളവർ പറയാ തോമാസിലേക്ക് യാത്ര ചെയ്ത കൊടുങ്ങല്ലൂർ വന്നു. പിന്നെ അവിടെ വന്ന് വെച്ചപ്പോൾ പുള്ളി അവര് ഇങ്ങനെ ഗായത്രി മന്ത്രം ചൊല്ലി വെള്ളം ഒഴുക്കുന്ന പുള്ളി പറഞ്ഞു, ഞാനൊരു അത്ഭുതം കാണിക്കാം, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം. പുള്ളി അവിടെ ഇറങ്ങി വെള്ളം ഇങ്ങനെ ഇട്ടു. അവര് ഇട്ട വെള്ളം താഴോട്ട് വന്ന് പുള്ളി ഇട്ട വെള്ളം അവരെല്ലാം കൂടെ ഇവരൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയാം. അത് പറയുന്നത് ഞങ്ങളും അതിന്റെ പിന്തലമുറയാണ്. പിന്നെ കണ്ടാലും പറയും എന്നെ ഇങ്ങനെ നോക്കുന്നത്. പെന്തിക്കോസുകാരോട് പറയാം, ക്രിസ്ത്യാനികളോടൊരു കാര്യം പറയാം, നാമതയോ ആയിക്കോട്ടെ. എനിക്കും നിനക്കും വല്ലതും പുകിടാനുണ്ട് കാൽവറി ക്രൂശില. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കണം. പള്ളി പണിത് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. ഗുരുജൻ തൊട്ടി പണിയാൻ ധനം കൊടുത്താൽ സ്വർഗത്തിൽ പോകുകയില്ല. പെന്തിക്കോസ് ഗോള് പണിതാൽ ഒന്നും സ്വർഗത്തിൽ പോകുകയില്ല. ഉപദേശിമാർക്ക് ജാപ്പാട് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. അച്ഛനും ഉപദേശിക്കും ലോകായിക്കും ജിപ്പായിക്കും തുണി എടുത്തു കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. കന്യാസ്ത്രീ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ജമ്മാച്ചനുണ്ട്, കപ്പിയാർ ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു. കപ്പിയാർ 50 കൊല്ലം മണി അടിച്ചോണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഞങ്ങള് പകലോമറ്റത്ത് ആ ശങ്കരിപുരി കാളികാവ് ഇതൊക്കെ വകുപ്പ് പറഞ്ഞാലും നീ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു തലനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. അനാഥരായ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. അത് കേട്ടുകൊണ്ട് കൊടുക്കാതെ ഇരിക്കരുത്. ഇവിടെ കൊടുക്കുമെന്നോർത്താ പോകുമെന്നോർത്താ കൊടുത്ത ആളമല്ല. അല്ലല്ല, കൊടുത്തു. ഭിക്ഷക്കാർക്ക് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല, പക്ഷെ ഭിക്ഷ കൊടുക്കണം. 2 വീട് പണിത് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല, പക്ഷെ ഇല്ലാത്തവൻ ഉള്ളവൻ കൊടുക്കണം. പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല, പക്ഷെ സ്വർഗത്തിൽ പോകേണ്ടവർ പുണ്യപ്രവൃത്തി ചെയ്തോണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യതയിൽ എത്തണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. മറ്റൊരുത്തനും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ.
സകല മനുഷ്യർ. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ സഹോദരി. തീത്തോസ് 2:11 മുമ്പേ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേച്ച് നമുക്കതങ്ങ് വിട്ടേക്കാം. വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന ബഹുമാനിരെ, യേശുക്രിസ്തു മഹാദൈവമാ. യേശുക്രിസ്തു ഏകദൈവമാ. യേശുക്രിസ്തു സത്യദൈവമാ. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാ. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാ. യേശുക്രിസ്തു മാത്രമാ ദൈവം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടിയ രക്ഷ. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകല എണ്ണവും രക്ഷപ്പെടണം. സ്തോത്രം. ഇനി നേരായി സുവിശേഷം കേൾക്കേണ്ടത് വായിച്ച് 49 സങ്കീർത്തനം 1 വാക്യം. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം കേൾക്കണം. സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. ഇത് കേൾക്കണം. സുവിശേഷമാ കേൾക്കണ്ടേ. അതിനാ ഇതാ കേൾക്കാൻ കൊള്ളാവുന്നത്. വേറെ ഒന്നും അത്ര കേൾക്കാൻ കൊള്ളുന്നതല്ല. തന്നെയല്ല മറ്റു കാര്യങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കാനും പറ്റുകയില്ല. ചില പ്രായമുള്ളവർ പറയുന്ന കേട്ടില്ലേ, വർത്താനം പറയുമ്പോ എന്തുവാടാ മൂത്തവരിന്ന് വർത്താനം പറയുന്നതിന്റെ കീഴേ കയറി. മൂത്തവർ അത്രയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേലാത്തതാ. നിങ്ങളാരും അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ? പറയുന്ന കേട്ടിട്ടില്ലേ എന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലേ. സത്യം പറ, നെഞ്ചത്ത് കൈവച്ച് പറ. ഒരു പറഞ്ഞിട്ടുണ്ട്, പ്രായമുള്ളവർ സംസാരിക്കുമ്പോൾ പ്രായമുള്ളവർ അത്ര കുരുക്ക് വർത്താനായി പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാനൊന്നും കൊള്ളുകയില്ല. അപ്പൊ ശ്രദ്ധിക്കണം. ഇവിടുത്തെ വാർത്തകളൊന്നും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണാനും കേൾക്കാനും പറ്റുന്നതല്ല. ഇപ്പൊ കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഏതായാലും റബ്ബർ തോട്ടത്തിലോ ടെറസിന്റെ മണ്ടലോ മുറിക്കകത്തോ എല്ലാവരും ഊണറക്കം പമ്മി ഇരുന്ന് കാണാം. പണ്ടങ്ങനല്ല, TV-യാ. കുറച്ച് വർഷം മുമ്പ് എല്ലാവരും ഇവിടെ ഇരുന്നാ കാണുന്നത്. പക്ഷെ കാണുമ്പോൾ ഇടയ്ക്ക് അമ്മ അടുക്കളയിലോട്ട് പോകും. കാരണം എന്നാ? അത്രയും പരസ്യമാണ്. നേരും ചൊവ്വനും തുണി എടുക്കാതെ തിത്തരികിടം വെച്ചൊരു പെണ്ണ് വരുന്നത്. നാളെ കൊച്ചുമക്കളിരിക്കുക. തള്ള പെണ്ണ് അടുപ്പയിലിരിക്കുന്ന കരിയുന്ന, അടുപ്പയിലൊന്നുമില്ല. തള്ള ഇവിടെ ഇരുന്നാൽ കരിഞ്ഞു പോകും. അത്രയും കാട്ടായമാ കാണിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാൻ ഒക്കത്തില്ല. കേൾക്കാനും പറ്റുന്ന വാർത്തയല്ല. കേൾക്കുന്ന വാർത്തയെല്ലാം നമുക്ക് സ്വൈര്യം കെടുത്തുന്ന വാർത്തകളാ, ഇല്ലയോ? പേപ്പർ എടുത്ത് വായിച്ച് ദൃശ്യ മാധ്യമങ്ങളിൽ കൊടുന്ന് ശ്രദ്ധിച്ച് ശ്രവിച്ച് മുഴുവൻ നമുക്ക് മനോദുഃഖം ഉണ്ടാക്കുന്ന വാർത്തകളാ. അതെ, ഒറ്റ വാർത്ത പോലും നല്ല വാർത്തകൾ വരുന്നില്ല. പത്രമെടുത്ത് ആക്സിഡന്റ്, അപകടങ്ങളാ. എന്തെല്ലാം അപകടങ്ങള്, മരണം. അത് നല്ല മരണങ്ങളാണോ? ഒന്നുമല്ല. ഒന്നിനെയും വിശ്വസിക്കാനും പറ്റില്ല. കേൾക്കുന്ന വാർത്തയല്ല, മനോദുഃഖം ഉണ്ടാക്കുന്ന വാർത്തകളാ. ചുമ്മാ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് വിശേഷം? ഇനി ആക്ക് ക്യാൻസറാ. അയ്യോ, നല്ല വാർത്തയാണോ? അല്ല. 4th സ്റ്റേജാ ഇപ്പൊ. അങ്ങനെയൊക്കെയാ പറയുന്നത്. എത്രയായി? ക്യാൻസറാന്ന് പറയുമ്പോഴേ സ്റ്റേജ് ഏതാന്നാ ചോദിക്കും. 1 2 ഉടനെ പറയും 4th. നല്ലൊരു മനുഷ്യൻ, അയാളെ അന്നേരം കൊന്നു. കൊല്ലാൻ നമ്മളെ പോലെ മിടുക്കര്. എന്തോ സാമർഥ്യമാണ്. ഉടനെ നോക്കിയാ എവിടെ ആയിരിക്കും അടക്കുന്നത്? അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല. 4th സ്റ്റേജാന്ന് പറഞ്ഞത് നമ്മൾ അടക്കുന്നത്. ആരായിരിക്കും അടക്കുന്നത്? കേൾക്കുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, നല്ല വാർത്തയൊന്നേ ഉള്ളൂ, സുവിശേഷം. സദ്വർത്തമാനം, നല്ല വാർത്ത. ആമേൻ, സ്തോത്രം. അത് സുവിശേഷമാ. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം. അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും വല്യപ്പനും വല്യമ്മയും ഒക്കെ ഇരിക്കുമ്പോ ഈ വാർത്ത പറയാം. ആരും എഴുന്നേറ്റും പോകുകയില്ല, ആരും ചെവിയും പൊത്തുകയില്ല, ആർക്കും സ്വൈരക്കേടും വരുത്തുകയില്ല. ഈ വാർത്ത കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമാ. ദൈവത്തിന്റെ മകത്ത് ഈ വാർത്ത കേൾക്കുന്നവർക്കെല്ലാം ആമേൻ കർണത്തിന് സുഖമുണ്ടാക്കുന്ന വാർത്തയാ. മറ്റ് വാർത്തകളെല്ലാം ചെവിക്ക് വലിയ ദുഃഖം, പ്രയാസമാണ്. കേൾക്കുമ്പോഴെല്ലാം അസ്വസ്ഥത ഉണ്ടാകും. അത്രയും വാർത്തയാ. ഞാനെപ്പോഴും പറയും, ഉണ്ണായി വാരി നളചരിതത്തിൽ പറഞ്ഞ പോലെ, ജലതളിജങ്കാരം ചെവികളിൽ അങ്കാരം, പോകില്ല കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ.
കുസുമസൗരപന്നാസ കുകരസരസൈരിവം അതിദുഃഖകാരണം ഇന്ന് ആരാമസഞ്ചാരണം. കേൾക്കുന്ന വാർത്തയെല്ലാം ചെവിക്കകത്ത് കുന്തം കൊണ്ട് കുത്തുന്നത് പോലെ നമ്മുടെ സ്വൈര്യം കെടുത്തുന്ന വാർത്തകളാണ്. എന്നാൽ നമ്മുടെ കാതുകൾക്ക് സുഖം തരുന്ന സുഖമരുളുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. പക്ഷേ നമ്മുടെ പെന്തിക്കോസുകാർ അല്ലെങ്കിൽ സുവിശേഷയോഗം നടത്തുന്ന ആൾക്കാർ ഇത് കേൾപ്പിക്കുക. പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ച് അവർ 2 കിലോമീറ്റർ ദൂരം വരെ വെച്ചിരിക്കുക, കേൾക്കുകയും ചെയ്യും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ കേട്ടോണ്ടാ വന്നേ. കേട്ടാ എന്നാന്ന് ഇതിനോട് ചോദിക്കണ്ട. എല്ലാ പോസ്റ്റയിലും ചെറിയ ചെറിയ ബോക്സ് വെച്ചിരിക്കുക. നമ്മുടെ ആൾക്കാർ വെക്കുകയല്ല. നമ്മുടെ ആൾക്കാർ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത് തന്നെ അല്ലേലിയാന്ന് പറയുമ്പോൾ അളിയാന്നാ കേൾക്കുന്നത്. പുറകിരിക്കുന്നവര് അല്പം കേൾവിക്ക് പ്രയാസമുള്ളവരാന്ന് അടുത്തിരിക്കുന്ന പുള്ളി എന്നാ പറഞ്ഞെന്ന് അവിടെ പോലും ക്ലിയർ ആകുന്നു. മനസ്സിലായോ? കേൾപ്പിക്കത്തില്ല. അതിന് കുഴപ്പം മറ്റൊന്നുമല്ല, കേൾപ്പിക്കാത്തതിൻ്റെ കാര്യം കൂടെ പറയാം. പല കാര്യങ്ങളാണ്. ഒരു കാര്യം പറയാം. മൈക്ക് സെക്രട്ടറിയാരനെ വിളിക്കുമ്പോഴേ പറയും, എന്തുവാ ചാർജ്? ഇത്രയാ, ഇച്ചിരൂടെ താക്കാമോ? പിന്നെ അവൻ അന്നേരം ഇതിന് മേയ്ക്കും 2 ബോക്സ് താത്തേക്കാം. നമ്മൾ കേൾപ്പിക്കുക. അവൻ 2 താത്തു. ഉടനെ വേറൊരു പുള്ളി വന്ന് താക്കണം. പുള്ളി മൈക്ക് സെറ്റുകാരൻ പറഞ്ഞു, അങ്ങനെ അന്ന് 2 ബോക്സേ കൊണ്ടുവരുള്ളൂ. മതി വരുന്ന ഭാഷ നന്നായിട്ട് അലർന്ന ആളാ. ഒന്ന് മതി. ഒന്നിൻ്റെ ആവശ്യമേ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അസമയം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ഓരോ പോസ്റ്റയിലും വെച്ചിരിക്കുക, കേൾക്കാം. 2 കിലോമീറ്റർ ചെല്ലുമ്പോഴും കേട്ടോണ്ടിരിക്കുക. എന്നെ എല്ലാവരും ഇങ്ങനെ വള്ളം മുങ്ങിയത് പോലെ ഇരിക്കുന്നത്. അവർ കേൾപ്പിക്കുക. പക്ഷെ ചില കാര്യം ആർക്കും പിടികിട്ടുന്നുമില്ല. എന്നാലും കേൾപ്പിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിലും അങ്ങ് കേൾപ്പിക്കുക. ഇവിടെ മനസ്സിലാകുന്ന കാര്യമാണ് പറയുന്നത്, കേൾപ്പിക്കുകയല്ല. പിന്നെ ചില യോഗത്തിന് എന്നാൽ നമ്മുടെ ആൾക്കാരും കേൾപ്പിക്കുകയല്ല. നിങ്ങൾ കിടന്നങ്ങ് ബഹളം ഉണ്ടാക്കും, ആലയ്ക്കും കടന്ന് അടുത്തിരിക്കുന്നവനും കേൾക്കുകയല്ല. ഇന്നലെയാണോ എന്നാണോ ഞങ്ങളൊരു യോഗത്തിന് ഒരാൾ ചുമ്മാ ഇരുന്നങ്ങ് കൈയടിക്കുക, ഒരു കാര്യവുമില്ല. അടുത്തിരിക്കുന്ന പുള്ളി അവസാനം എഴുന്നേറ്റങ്ങ് പോയി. വയ്യാവിലൊക്കെ ഇരുന്ന് കേൾപ്പിക്കുന്നുമില്ല, പുള്ളിയും കേൾക്കുന്നില്ല, അടുത്തിരിക്കുന്നവനെ. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. ഇതെല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ പറ്റുന്ന നല്ല വാർത്തയാ സുവിശേഷം. സ്തോത്രം. കാതുകൾക്ക് സുഖം തരുന്ന വാർത്തയാ. ഇന്ന് രാത്രി ആ വാർത്ത കേൾപ്പിക്കുവാൻ ഈ കുടുംബവും ഇവിടുത്തെ സഭയും പ്രിയപ്പെട്ടവരും അത് മുഖാന്തരമായല്ലോ നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പോസ്റ്റ് വെക്കുമ്പോൾ ആ പ്രശ്നം ഇല്ലേ, പണ്ടൊരാൾ പറഞ്ഞ പോലെ ചെങ്കണ്ണ് വന്നത് എനിക്കൊരു സുഖമായെന്ന് പറഞ്ഞ പോലെ അത് നമുക്കും ഗുണമായി വന്നിരിക്കുക. സ്തോത്രം. എല്ലാവരും കേൾക്കണം, കേൾപ്പിക്കണം. കേൾക്കാൻ പറ്റുന്ന വാർത്തയാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും. അതിനെ ഓടിച്ചിരുത്താക്കണം. എന്നറിയാം മോനോട് പിണക്കം ഉണ്ടായിട്ടല്ല, പാട്ടിന്റെ വരി എല്ലാവരും കേൾക്കണം. അതിനാ. അപ്പൊ ഇത് ഇച്ചിരി താക്കണം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും. അതുബേക്ക് സന്തോഷമേ. എല്ലാവരും കേൾക്കാൻ പറ്റുന്ന വാർത്തയാ സുവിശേഷം. ഓടിച്ചു പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാരും കേൾക്കണം. ഇനി ഇത് കേട്ടാലുള്ള ഗുണം എന്നാ? സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ? ഒരു വാക്യം വായിച്ചോ, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ? ലൂക്കോസ് 2:10. 8 മുതലാ വായിക്കേണ്ടത്. സമയം പോകുന്നത് കൊണ്ട് 10 വായിച്ചോ പെട്ടെന്ന്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ സഹോദരി 8 മുതൽ ഒന്ന് വായിച്ചങ്ങ് 8 മുതൽ 13 വരെ വായിക്കേണ്ടത് ഓടിച്ചങ്ങ് വായിച്ചു വിട്ടു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ
കാത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ വന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, യഹോവ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. ഇച്ഛിതിനിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നമ്മുടെ ഇത് പോയി കിടക്ക വെച്ചോണ്ടിരിക്കാതെ നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. ബേഥലേംപുരി മുതൽ ഗോശാലയിൽ പീറം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുജനനം അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ആമേൻ, കർത്താവാകുന്ന ക്രിസ്തു എന്ന രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിക്കുക കന്യാസൂനുമായി. ആ യേശുവിന്റെ തിരുപ്പറവയോട് ബന്ധപ്പെട്ട്, തിരുജനനത്തോട് ബന്ധപ്പെട്ട് ആമേൻ, ആ സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? അല്ലെ, സുവിശേഷം കാട്ടാനുള്ള ഗുണമെന്ന എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞത്, സുവിശേഷം കേട്ടാൽ ഒന്ന് ഇരുട്ട് മാറും. ഇരുട്ട്. അവിടെ രാത്രി എന്നൊരു പദമുണ്ട്, ഇല്ല പാസ്റ്റർ, നോബിൾ പാസ്റ്റർ, രാത്രി എന്നൊരു പദമുണ്ട്. വായിച്ചേ മോൾ. അല്ലല്ല, 8-ാം വാക്യം വായിച്ച രാത്രി എന്നൊരു പദം. രാത്രി. അപ്പൊ രാത്രിയിലായി സംഭവം. രാത്രിയിൽ അപ്പൊ ഈ രാത്രിയിലായി സംഭവം നടക്കുന്ന ഏതാ? ദൂതന്മാരുടെ ഗാനാലാപവും ആട്ടിടയന്മാര് വെളിമ്പ്രദേശത്ത് ആടുകളെ തീറ്റി വിശ്രമിക്കുകയും രാത്രിയായപ്പോൾ ദൂതന്മാരുടെ സംഘം അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ഈ രാത്രിയിലാ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം യേശു പറക്കുക. ഈ കന്നുകാലിക്കൂട്ടിലല്ല പ്രസവിച്ചത്. ആണെന്ന് പറഞ്ഞ് കൂടുമെല്ലാം വെച്ച് പമ്മിയിരിക്കുക, ലൈറ്റ് എല്ലാം ഇണക്കി. ഇപ്പൊ പെന്തിക്കോസുകാരും കരോൾ ഗാനത്തിന് പോകുന്നുണ്ട്. ഉണ്ട്. ഒരേ കളറിലെ ബനിയനും ഒരേ കളറിലെ പാൻറ്റും പിന്നെ അതിൽ ഇടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കാത്തിരിപ്പിയോഗത്തിന് വരുന്നില്ല. ഉണ്ണി പറന്നേ എവിടെ? കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ പലയിടത്തും ഡിസംബർ 25-നാ പറക്കുന്നത്. വേറെ രാജ്യത്ത് ഫെബ്രുവരി 7-ന് യേശുവിന് വരുന്ന പങ്ക. ഇവിടെ 25 ജനിക്കണം, അവിടെ ചെന്ന് 7-ന് ജനിക്കണം. എന്തേ ഇതൊക്കെ വരുന്ന പങ്കപ്പാടും ഈ പൊട്ടനൊക്കെ. ഇത് ഇവിടെ 25-ന് ജനിക്കുന്നു. വേറെ രാജ്യത്ത് റഷ്യയിലൊക്കെ 7-നാന്ന് തോന്നുന്നല്ലോ വെച്ചാ. ജാനുവരി 7 എത്ര പ്രാവശ്യം ജനിക്കണം? ജനിച്ചെന്നും പറഞ്ഞ് കൂടുമെല്ലാം ഒരുക്കിയിരിക്കുക. അവിടെ ഒന്നുമല്ല, അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ കൊണ്ട് കിടത്തിയതാണ്. വടിയമ്പലത്തിലും സ്ഥലം ഇല്ലായിരുന്നു, പിന്നെ കിട്ടിയ സ്ഥലം ഇതാ. സാറ് ഒരു പ്രയോഗം എഴുതി, പാട്ട് നല്ലതാ, എന്നാലും ആട്ടുണ്ടാക്കിയാർ കൂട്ടമാക്കി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന ആട്ടുണ്ടാക്കിയാർ കൂട്ടമാക്കി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാക്കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ ഈ
കാലിത്തൊഴുത്തിൽ അല്ലല്ല പിറന്നത്, അവിടെ അല്ല. പിന്നെ എവിടാണെന്നൊക്കെ വചനം സൂക്ഷ്മമായി പഠിച്ചാൽ കാണാം. വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് അധികം പ്രവേശിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ ജന്മം കൊടുത്ത സ്ഥലം ശരിക്കും വചനം പഠിച്ച കൃത്യം വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. യൂത്തിന്റെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും മീഖാ പ്രവചനവും മത്തായി ഒന്നുമൊക്കെ ചേർത്ത് പഠിച്ചാൽ കൃത്യം സ്ഥലം കാണാൻ. പശുത്തൊട്ടിലൊന്നും അല്ല പ്രസവിച്ചത്, ഇടവില്ലാഞ്ഞിട്ട് അവിടെ കൊണ്ട് കിടത്തിയതാ. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, തിരുജനനം, ആ തിരുജനനത്താൽ അല്ലെങ്കിൽ ഈ സുവിശേഷം, അതാ സുവിശേഷം. ഈ സുവിശേഷത്താൽ എന്ത് ഗുണമുണ്ടെന്നുള്ളത് ചോദിച്ചാൽ, ഒന്ന്, ഇരുട്ട് മാറും. കാരണം രാത്രിയിലായി സംഭവം. അവിടെ ഒരു എഴുതിയിട്ടുണ്ട്, ഒരു തേജസ് പ്രകാശം മിന്നി. അങ്ങനല്ലേ വായിച്ച വാക്യമുണ്ടല്ലോ, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ഈ തേജസ് മിന്നിയപ്പോൾ ഇരുട്ട് മാറി. ഇത് രാത്രിയിലാ സംഭവിക്കുന്നത്. ആ രാത്രി സമയത്ത് ഈ കൂരിരുട്ടിൽ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ തേജസ് അവിടെ മിന്നി. കാരണം യേശു തിരുപ്പിറവി, യേശുവിന്റെ തിരുജനനം, ആ തേജസ് മിന്നിയപ്പോൾ ഇരുട്ട് മാറി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സത്യസുവിശേഷം നീ കേട്ടാൽ, ഈ സുവിശേഷത്തിന് ചെവി കൊടുത്താൽ, ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ഈ ഇരുട്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം, എന്തുവാ ഇരുട്ട്? ഞാൻ വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, അല്ലാത്ത കാര്യം പറയാൻ വേണ്ടല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുട്ട് 3 വിഷയത്തെ കാണിക്കുന്നതാണ് വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. 1, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 2, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. 3, ഇരുട്ട് നിത്യ നരകത്തെ കാണിക്കുന്നു. ദൈവത്തിന് മഹത്വം. പാപം, പിശാച്, നരകം, ഇത് 3 കാണിക്കുന്നത് ആ ഇരുട്ട്. കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരുത്തനെ കല്യാണത്തിന് വന്ന ചരിത്രം നിങ്ങൾ വേറെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ. ക്ഷണിച്ചവരെ ആരെയും സമയത്ത് അവര് വന്നില്ല. രാജാവിന്റെ മകന്റെ കല്യാണമാണ്. ഒത്തിരി പേരെ വിളിച്ചു, മിടുക്കന്മാരെ, ഉന്നതന്മാരെ, സേട്ടന്മാരെയും കഴിവുള്ളവരെയൊക്കെ എല്ലാവരെയും വിളിച്ചു. നമ്മളുമൊക്കെ അങ്ങനെ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. നമ്മുടെ അടുത്ത സാധുക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ അങ്ങനെ വലിയ വിളിയൊന്നുമില്ല. പിന്നെ പിണങ്ങാതിരിക്കാൻ പറയും, മോൻ കല്യാണമാ. ഇത്തിരി പിടിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വരാതിരിക്കരുത്, ഒരു കാരണവശാലും എന്താണ് ഉണ്ടെങ്കിലും വിളിയിലുണ്ട്, വിളിയിൽ. എന്തിനാ മറ്റൊരുടെ കാര്യം പറയുന്നത്? സ്വന്തം സഹോദരങ്ങൾ തന്നെ കാശും പുത്തനും ഇല്ല, കഴിവില്ലെങ്കിൽ വലിയ വിളിയൊന്നും. നിങ്ങൾ പറ, അനുഭവിച്ചവരൊക്കെ ഇതിനകത്ത് കാണുമല്ലോ. എൻ്റെ വാസന സത്യം, അവളും വന്നിട്ടുണ്ട്, എനിക്ക് പറ, കേട്ടേച്ച് പോട്ടെന്ന്. എനിക്ക് ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം. ഇച്ചിരി പിടിപ്പും പുത്തനും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കൊക്കെ ഉണ്ടെന്ന്. സ്തോത്രം. ഏതായാലും ഒത്തിരി പേരെ വിളിച്ചു, മിടുക്കന്മാരെ വിളിച്ചു. പക്ഷെ സമയത്തൊറ്റ മിടുക്കനും വന്നില്ല. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. രാജാവ് പറഞ്ഞല്ലേ, വിളിച്ചവരെ വരാൻ പറഞ്ഞു. ഭൃത്യന്മാര് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരുന്നില്ലെന്ന്. അതിനാ ഒഴിവ് കഴിവാന്ന്. സൈമൺ സാർ ഒരു വരി എഴുതിയിട്ടുണ്ട്, ഒഴികഴിവ് ഓരോ നേരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. പോയി നിലം മേടിച്ചു. ഒഴികഴിവ് ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനുസാരം. അവന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനുസാരം. മുടക്കുണ്ട് കാളകളാൽ അപരനുപാരം. രാജാത്മജ വിരുന്നതിൻ വിവരം. രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മക. ഇപ്പം ഇവർ ചിന്തിക്കുക, ഇയാൾ തന്നെ ഈ പാട്ട് ഇങ്ങനെ പാടുന്നത്. ഇത് പഴയ ട്യൂണ്, കാസറ്റ് വേറെ. സാധ്യതയുണ്ടല്ലോ. കാസറ്റിൽ എങ്ങനെ അവനെ രാജാത്മജ വിവരം. അത് കാസറ്റ്.
അപ്പൊ എന്തായാലും കൊള്ളാം, ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല. പുള്ളിക്ക് വലിയ പ്രയാസമായി. അപ്പം രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, വഴിയിലും വഴിത്തലയ്ക്കലും അവിടെയൊക്കെ മുക്കിനുമൊക്കെ നിൽക്കുന്ന, എൻ്റെ ഭാഷ പറഞ്ഞ മെനക്കേട് കേസുകളുണ്ട്, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഭൃത്യന്മാര് കൽപ്പനയല്ലേ, വാങ്ങുന്നവനെ ഇട്ട് നിന്നവനെയും പരുവക്കേട് പിടിച്ചവനെയും എല്ലാം വിളിച്ച് കൊണ്ടുവന്നു. ഇപ്പൊ കാണുമ്പോൾ അറിയാം മെനക്കേടായിരുന്നു. ഇപ്പോഴും ചിലര് മെനക്കേടാ. എല്ലാരും വരാൻ പറഞ്ഞു. ക്ഷണിച്ചത് യഹൂദനെയാ, അബ്രഹാമിന്റെ സന്തതികളെയാ ക്ഷണിച്ചത്. എന്റെ ഭാഷ പറഞ്ഞ സമയമായപ്പോ ഇവനെല്ലാം കാലുവാരി. അതുകൊണ്ട് ആ ക്ഷണം എനിക്കും നിങ്ങൾക്കും കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിന് പോലും നമ്മളോട് ദയയില്ലായിരുന്നു, യാതൊരു യോഗ്യതയും ഗുണഗണങ്ങളും ഇല്ലായിരുന്നു. ആർക്കും വേണ്ടാത്തവരായി, എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി, നിരാശകളുടെ പടുകുടിയിൽ, പാപത്തിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ, സങ്കീർത്തനക്കാരന്റെയൊക്കെ ഭാഷ പറഞ്ഞ പാപത്തിന്റെ ദാസന്മാരായി, പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ച കാലങ്ങളായിരുന്നു. എന്നാൽ ആ സുവിശേഷത്തിന്റെ സത്യം കേട്ട് നമുക്ക് ക്ഷണം കിട്ടി. ഒന്നും നോക്കിയില്ലേ, അടിഞ്ഞു വന്നു. സ്തോത്രം. അങ്ങനെ കയറിയതാ. അങ്ങനെ എല്ലാരെയും വിളിച്ചോണ്ട്. അപ്പൊ എല്ലാരും വന്ന് പന്തിക്കൊക്കെ ഇരുന്നപ്പം, മോനെ നീ ഇവിടെ ഇരിക്കടാ, നീ ഏതാ, ഇവിടെ ഇരിക്കടാ. അവിടെ ശൂശു വെക്കരുത്. കാരണേ സത്യം പറയുന്നുണ്ടല്ലോ, വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിച്ചേ, സമയമായപ്പോ രാജാവ് എല്ലാരും ഒന്ന് കാണാൻ വന്നു. ഈ പന്തിക്കിരിക്കുന്നവരെയൊക്കെ ഒന്ന് കാണാൻ വന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നു. രാജാവ് ചോദിച്ചു, ബ്രദർ ാതിരിക്കാൻ സാധ്യതയില്ല. ഞാനിവിടെ ചുമതലപ്പെട്ടവരെ വാതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ കൊടുത്തു കയറ്റാൻ. ബ്രദറിന് കിട്ടിയില്ലയോ? ഇല്ല, കിട്ടിയില്ല, ഞാൻ കണ്ടില്ല ബ്രദർ. അപ്പം രാജാവിനും ചോദിച്ചു, ബ്രദർ എതിലെയാ ഇതിനകത്ത് കയറിയേ? പിടി വീണു. അപ്പം അവൻ പറഞ്ഞു, ഞാൻ വാതിൽ വഴി അല്ല കയറിയേ. പിന്നെ എതിലെയാ കയറിയേ? ഞാൻ മതിൽ ചാടി വന്നതാ. ഒറ്റ വാതിലേ ഉള്ളത്, യേശുക്രിസ്തുവാ. ആ വാതിലിൽ കൂടെ വേണം ഇതിനകത്തോട്ട് കയറാൻ. പക്ഷെ ഇവന് ധൃതി കൊണ്ടാണോ സ്വഭാവം കൊണ്ടാണോ ഇവൻ വാതിലിൽ കൂടെ വന്നില്ല. ഇവൻ ഡൈവ് ചെയ്ത് മതിൽ ചാടി വന്നവനാ. പഴയ ജൂഡോയാ, മിസ്റ്റർ കൊല്ലവാ. ഇവൻ ഡൈവ് ചെയ്ത് ഇതിനകത്ത് കയറി. സ്തോത്രം. അങ്ങനെ ഇതിനകത്ത് കയറിയ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. മാനസാന്തരപ്പെട്ടൊന്നും കയറിയതല്ല, അങ്ങനെ ഇരുന്നപ്പോ ഒരു ഇളക്കം ഉണ്ടായി, അത് കയറി കഴിഞ്ഞ് പിന്നെ പഴയ സ്വഭാവം, പഴയ തനിനിറമൊക്കെ ഇറക്കുന്ന ആൾക്കൊണ്ട് പറയത്തില്ലേ, ആശക്കെന്നെ അറിയത്തില്ല കേട്ടോ. ആ ഡൈവ് ചെയ്ത് വന്നത് നമ്മുടെ ഇടയിലുമുണ്ട്. എന്നെ അറിയത്തില്ല, ഞാൻ പഴയ സ്വഭാവം എന്നെ അറിയാമല്ലോ. ആ ഡൈവ്. അപ്പൊ രാജാവ് ചതിലിയാ കയറി, ഞാൻ മതിലി ആടി കയറി. അയ്യോ, വാതക്കല കൂടെ കയറണം, വസ്ത്രമൊക്കെ കൊടുത്തു. വളരെ നയപരമായിട്ട് രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് അത് സൈമൺ സാറ് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, ഭൃത്യരവനെ വരിഞ്ഞ് കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. അതിലെയാ വന്നത്. പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള കുരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വെച്ചോടി. അപ്പോൾ കൂരിരുട്ട്, ഇരുട്ട് നരകത്തെ കാണിക്കും.
അത് പറയാനാ ഞാൻ ഇത്രയും ചൊല്ലിയത് ഈ സമയമെടുത്തു. അപ്പോൾ ഇരുട്ട് 3 വിഷയത്തെ കാണിക്കുന്നു. 1 പാപം, 2 പിശാച്, 3 നരകം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ. ാരുടെ ഒരു പാട്ടുണ്ട്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം ഇരുട്ടിന്റെ നിഷ്ഫല. അറിയത്തില്ല പാട്ടൊന്നും. ഞാനൊന്നുമല്ല പാടാന. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. കാലങ്ങൾ തീരുമേ വാതിലടയുമേ, കാലങ്ങൾ തീരുമേ വാതിലടയുമേ, ഇരുലോകെ മൂടുമേ പരിതാപമേറുമേ, ഇരുലോകെ മൂടുമേ പരിതാപമേറുമേ. അപ്പൊ ഇരുട്ട് പാപത്തെയും പിശാചിനെയും നരകത്തെയും കാണിക്കുന്നതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിച്ചാൽ, സുവിശേഷം കേട്ടാൽ, സുവിശേഷം വന്നാൽ ഇരുട്ട് മാറ്റും. മനുഷ്യവർഗത്തിന്റെ ഇരുട്ട് മാറ്റുവാൻ പര്യാപ്തമായ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നിത്യ സത്യ സുവിശേഷമാകുന്ന യേശു ക്രിസ്തു. എന്തിനാ ഒത്തിരി പറയുന്നത്? ഈ കേരളത്തിലെ, ഇന്ത്യയുടെ അല്ല ലോക രാജ്യങ്ങളുടെ ഒക്കെ ഇരുട്ട് മാറ്റിയത് സുവിശേഷം കൊണ്ടല്ലേ? അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒന്നും ഇപ്പൊ പോകണ്ട, നമ്മളിപ്പം കുടറല്ലേ ഇരിക്കും. കേരളത്തിലെ കാര്യം ഇവിടുത്തെ എന്തോ ഇരുട്ടായിരുന്നു ഇവിടെ, ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ടൊന്നും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ ഇരുട്ട്. അയ്യോ, തമ്മിൽ ഇഷ്ടമല്ലായിരുന്നല്ലോ ഒരെണ്ണത്തിന്. അയിത്തം ഇരുട്ടല്ലേ? അങ്ങോട്ട് കയറുക, ഇങ്ങോട്ട് കയറുക, കൈ കൊടുക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, പാനം ചെയ്യത്തില്ല. ഇപ്പോഴും അങ്ങനെ സൂക്കാടുള്ള ആൾക്കാർ ഉണ്ട്, ഇതിനകത്തും കാണും. അപ്പൊ ഇങ്ങനെ യോഗമായതുകൊണ്ട് പമ്മി ഇരിക്കുക. എനിക്ക് ആ മോന്ത കാണുമ്പോഴൊക്കെ അറിയാം. സ്തോത്രം. ഇപ്പോഴും ഉണ്ട്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചെല്ല് പോകുകയല്ലോ, അഥവാ പോയാലും കഴിക്കത്തും എന്നില്ലല്ലോ. സത്യം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഉണ്ടെന്ന് ഇപ്പോഴും ഉണ്ട്. എന്തിനാ ഒത്തിരി ദൂരോട്ട്? കല്യാണാലോചന വരട്ടെ. ആണ് ചോദിക്കുന്നത്, ഏതാ പയ്യൻ കുഴപ്പമില്ല, നല്ല പയ്യനാ, കാര്യം ഏതാ? അവര് നമ്മുടെ സഭയിലാ മറ്റേത്? എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്ക്. അയ്യോ, ഇപ്പോഴും ഉണ്ടെന്ന്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നാളും എപ്പോഴും ഞാൻ പറയുന്നതാ, വെള്ളപ്പൊക്കത്തിന്റെ സമയമേ. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ചോദിച്ചു, അവര് നിങ്ങളുടെ സഭയിലാണോ കൂടുന്നത്? ഉടനെ ആ തള്ള പറയാ, നമ്മുടെ സഭയിലാണ് കൂടുന്നത്. നല്ല മനുഷ്യരെ, പക്ഷെ അവര് പറഞ്ഞ ഭാഷ അതുപോലെ പറയാൻ പോയി. എന്നോട് പറയാ, എന്നോടാ പറഞ്ഞതാ, നമ്മുടെ സഭയിലേക്കാ. പക്ഷെ അവര് അയ്യോ, നാളുകൾ കഴിഞ്ഞു. 18 വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, വെള്ളം അങ്ങ് പൊങ്ങി. ഈ പന്നത്തള്ളയുടെ വീട്ടിലും വെള്ളം കയറി. താഴത്തെ നിലയെ കയറി. ഈ വലിയ കുട്ടുറപ്പ പോലിക്കുന്ന തള്ളയെ തള്ളി മേളിൽ കയറ്റി. പിന്നെ വെള്ളം കയറി വരിക. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഇവര് മരക്കാമാരാ മറ്റവരാന്ന് പറഞ്ഞ് ആ മാന്യ സഹോദരന്മാര് കൊല്ലത്തിന്ന് വള്ളം കൊണ്ടുവന്ന് ഈ വെടല തള്ളെ, ഈ ഒരു വള്ളം നിറച്ചോണ്ടൊരു തള്ള. നിങ്ങൾ ഇരിക്കാനൊന്നും പറ. ആ ടൈപ്പൊക്കെ ഇതിനകത്തും കാണും. ഇപ്പൊ ഇരുന്ന് ഇരിക്കുവൊന്നും വേണ്ട. ഞാൻ നല്ല പതിവ്രതയാണ്. നിന്റെ സൂക്കാടല്ല ഇന്ന് രാത്രി തീരണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം. ആരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാർ വള്ളവുമായിട്ട് കൊല്ലം ജില്ലയാണ് കൂടുതലും വന്നത്. അവര് വള്ളം കൊണ്ടുവന്ന് ഈ വെള്ളം കുടിച്ച് തൊലയേണ്ട ഈ തള്ളെ വള്ളത്തെ കയറ്റി രക്ഷപ്പെടുത്തി. എങ്ങനെയുണ്ട്? അതിന് കുറച്ച് പേര് പരിങ്ങിയാൻ കുറച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി 2 ടൈപ്പ് ഇതിനകത്ത്. അങ്ങനെയൊക്കെയാ വിവേചിക്കുന്നത്. അല്ല നേരിട്ട് പറയാണോ അവൻ ഇതാ ഇവൻ ഇങ്ങനെയൊക്കെയാ വിവേചിക്കുന്നത്. കുറെ എണ്ണ ഇരുന്ന് പരിങ്ങുന്നു, കുറെ എണ്ണ ലൂയ. അപ്പൊ എനിക്ക് മനസ്സിലായി 2 ടൈപ്പും. തള്ളയുടെ ടൈപ്പും ഇതിനകത്തുണ്ട്, കൊല്ലംകാരുടെ ടൈപ്പും ഇതിനകത്ത് ഉണ്ടെന്ന്. പിന്നെ മനുഷ്യനെ ബഹുമാനിക്കണം, കാണണ്ടേ?
അയിത്തമുള്ള കാലം ഉണ്ടായിരുന്നു, ഇരുണ്ട കാലം. ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസം വന്നു. അയ്യോ, റോഡിൽ കൂടെ പട്ടയ്ക്ക് പന്നിക്ക് നടക്കാം, മനുഷ്യന് നടക്കാൻ മേല, അയിത്തമാ. ആദ്യത്തെ ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ബ്രാഹ്മണര് നടന്നു വരുമ്പോൾ സാധുവർഗക്കാർക്ക് റോഡ് നിൽക്കാനൊക്കത്തില്ല. ഇരുണ്ട കാലം, അന്ധകാരം, ഓടി ഒളിക്കണം, റോഡിലൊക്കെ നിൽക്കാനൊക്കത്തില്ല. ഇതുപോലെ വെള്ള തുണി ഉടുത്തോണ്ടൊന്നും സാധുവർഗക്കാർക്ക് ഒക്കത്തില്ലെന്ന് അവര് സമ്മതിക്കുകയല്ല. അഥവാ വെള്ളത്തുണി കൊടുക്കാൻ പൂതികളൊക്കെ ഉണ്ടായ ചെളിവാരി കരിവാരി തേച്ചു കൊടുക്കണം. പൂവെള്ളമൊന്നും ഒക്കത്തില്ല. എന്തിനാ ഞാൻ എപ്പോഴും പറയും, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇങ്ങനെ വെള്ളത്തുണി എടുത്തോണ്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അയിത്തമാണ്. അതിൻ്റെ എല്ലാം കേട് തീർത്താ ഞാൻ ഇഷ്ടം പോലെ വെള്ളത്തുണി. ഇതിപ്പം 2.5 മീറ്റർ ഉണ്ട്, ഇത് മുണ്ട ഒരു 3 ഉണ്ട്, ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു 11 മീറ്ററോളം ഉണ്ട്. പിന്നെ അല്ലാതോ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. അതൊക്കെ അനുഭവത്തിൽ കൂടെ പോയ ആൾക്കാരുണ്ട്. സ്തോത്രം. ഇരുണ്ട കാലം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. കല്യാണത്തിന് എടുക്കുകയില്ല. തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മ അയിത്തമല്ലേ. ആശയമെടുത്ത് അമ്മാനമാടിയ ആളാ എൻ കുമാരനാശാൻ. തോന്നയ്ക്കൽ എൻ കുമാരൻ, മഹാകവി എൻ കുമാരനാശാൻ. എന്ത് നല്ല ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ. ആശാൻ എഴുതിയ വരികളൊക്കെ നിങ്ങൾക്കറിയാം. മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോ ഒന്നിച്ച് അതുകൊണ്ട് മിശ്രഭോജനം, സമരം ഓർക്കുന്നുണ്ടോ? മിശ്രഭോജനം. കെ മാധവനും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ അവരൊക്കെ നടത്തിയ സമരങ്ങൾ നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികള്, എത്രയെത്ര പ്രഗത്ഭന്മാർ, മിടുക്കന്മാർ ഇതിനെതിരെ അവൻ എന്തുമേണം പ്രക്ഷോഭങ്ങൾ നടത്തി. അതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടോണ്ടാ പ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ചത്. ഇപ്പോഴും പ്രാന്താലയമാണ്. എല്ലാവരുടെയും ഭ്രാന്തൊന്നും പോയിട്ടില്ല. വിഷയത്തോടെടുക്കുമ്പോഴാണ് ഭ്രാന്തളകുന്നത്. അപ്പൊ അന്നും ഇന്നും എല്ലാം ഇങ്ങനെയുള്ള കാലമാണ്, ഇരുണ്ട കാലമാണ്. ചില വീട്ടിൽ കയറുകയല്ല, മുറ്റത്ത് കയറ്റുകയല്ല, അകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കുകയല്ല. 8 കെട്ടും പടിപ്പുരയും 16 കെട്ടും ഒക്കെ എല്ലാവരും അല്ലെങ്കിലും മിക്കടത്തും കയറ്റുകയല്ല. കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം ഇല്ലെങ്കിലും അനുഭവസ്ഥര് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ പിതാക്കന്മാർ അനുഭവിച്ചത് മക്കളും പറഞ്ഞിട്ടുണ്ട്. മിറ്റത്ത് ചെന്നാൽ തന്നെ മിറ്റത്ത് കുഴി കുത്തി ഇല കോട്ടി വെച്ച് അതിനകത്താ കൊടുക്കുന്നത്. അയിത്തം. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. ഇതുപോലെ ഇരുണ്ട ഒരു സാഹചര്യം ഒത്തിരി പറയാനുണ്ട്. മാറി മറയ്ക്കാനൊക്കത്തില്ല അമ്മമാർക്ക്, ആഭരണം ധരിക്കാനൊക്കത്തില്ല സ്ത്രീകൾക്ക്. അതിലെ റൗക്ക സമരമൊക്കെ നടത്തിയ റൗക്ക പള്ളിക്കൂടത്തിൽ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് പള്ളിക്കൂടം കത്തിച്ചു. അങ്ങനത്തെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. ഇരുള, അന്ധകാരം. എന്നാൽ ആ അന്ധകാരത്തിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കിയത് സുവിശേഷം. മനസ്സിലായോ? സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ട് മാറിയിട്ടുണ്ട്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? ആന്നെന്ന് വീറും വൃത്തിയായിട്ട് തുണി കൊടുക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? പറ. ഇവിടെ പാൻറ് ഒക്കെ ടീം ചെയ്ത് പള്ളിക്കൂടത്തിൽ പോലും പോയ വല്യപ്പനല്ല. എന്നാലും പിള്ളേർ അമേരിക്കയിലും കാണുമ്പോൾ അപ്പനെ പാൻറ് ഒക്കെ ഇടിപ്പിച്ച് ബെൽറ്റ് നെഞ്ചത്തായിട്ടേക്ക് എന്നാലും ഇട്ട് ടൈജ് ഒക്കെ കെട്ടി. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ കണ്ടിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, എല്ലാം സുവിശേഷം വന്നത് കൊണ്ടാ. ആന്നെന്ന് പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത നമ്മുടെ ചില പഴയ അമ്മമാര് ഇരുന്ന് ഇംഗ്ലീഷാ പറഞ്ഞത്. ഗ്ലോറി. അത് ഇത് വന്നത് കൊണ്ട, സുവിശേഷം വന്നത് കൊണ്ട. അല്ല തള്ള കുത്തിയിരുന്ന ഗ്ലോറി എന്ന് പറയുമോ? അന്നേരം കളരി പോലും പോകാത്ത ചിന്നമ്മയപ്പറന്ന് പ്രൈസ് ദ ലോർഡ്. അത് എഴുതി തരാൻ പറഞ്ഞ അമ്മയും ഞാനും കുഴയും, എന്നാലും വെച്ച് കീച്ചുക പ്രൈസ് ദ ലോർഡ്. അപ്പൊ അപ്പുറം ഇരുന്ന മേരി സഹോദരി വിക്ടറി അടിച്ചു മിന്നുക. അയ്യോ, ഇതിന്റെ എല്ലാം പിൻപിൽപ്പം ഉള്ളത് സുവിശേഷം വന്നത് കൊണ്ടാ. എന്റെ ഭാഷയാ. നീ 2 ഇംഗ്ലീഷ് പറയുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാത് സുവിശേഷം വന്നത് കൊണ്ടാ. വീറും വൃത്തിയായിട്ട് മാനം മര്യാദയ്ക്കായിട്ട് തുണി ഉടുത്തത് സുവിശേഷം വന്നത് കൊണ്ടാ, ഇല്ലേ? വേണ്ടേ? നോക്ക്, നല്ല വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്, അല്ലേ? വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്, വൃത്തിയായിട്ടാ ഇല്ലേ? കാണായിരുന്നു.
ആ ചനാരോട് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുവന്ന്, പിന്നെ ഇതൊക്കെ വീറും വൃത്തിയായിട്ട് തുണി കൊടുക്കാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാ. അന്തസ്സായിട്ട് ജീവിക്കുവാൻ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇടയാകാൻ സുവിശേഷം വന്നത് കൊണ്ടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചോണം. ആരോടും പറയണം. അത് സഭ നോക്കണ്ട, മുഖാന്തരം നോക്കണ്ട, സംഘടന നോക്കരുത്, കളർ നോക്കരുത്, നിറം നോക്കരുത്. എവിടെയും ആരോട് എപ്പോഴും പറയുവാൻ പറ്റുന്ന ഒന്നാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുവിശേഷം വന്നാൽ, സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യപിച്ച് ലെക്ക് കെട്ട്, ലെവല് കെട്ട്, ഭാര്യയ്ക്കും പിള്ളേർക്കും പേടി സ്വപ്നമായി. പിള്ളേര് കട്ടിലിനടി കയറി, ഭാര്യ കടകനിടയിൽ നിന്ന് വെച്ച കഞ്ഞി പോലും കുടിക്കാതെ കഞ്ഞിയും ചെലു എടുത്ത് ഊരോട്ടെറിഞ്ഞ്, ആകെ ഒരു കൂട്ടാനേ ഉള്ളൂ, അത് അരച്ചട്ടിയോട് എടുത്തെറിഞ്ഞ് പട്ടിയും തിന്ന് ആമൻ പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങൾ. പക്ഷേ സുവിശേഷത്തിന്റെ സത്യം ആ വ്യക്തികളെ തേടിയെത്തി. ആമൻ സുവിശേഷത്തിന്റെ മർമ്മം ആ വ്യക്തികളുടെ ഉള്ളത്തിൽ വന്നപ്പോൾ അവന്റെ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, ലഹരി പദാർത്ഥങ്ങൾക്ക് അവൻ നിർത്തി, അവന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കി. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്ത്, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന ആ സുവിശേഷം. പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ അദ്വൈതങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും മനുഷ്യന് മാനസാന്തരം വരുത്തുവാൻ ഒക്കത്തില്ല. മാനസാന്തരം വരുത്തുവാൻ, വ്യതിയാനം വരുത്തുവാൻ, മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. അത് എവിടെയും പറഞ്ഞോണം. ചില നിങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ ചിലർ സമ്മതിക്കുകയല്ല. സുവിശേഷം പറഞ്ഞാൽ എന്റെ പെമ്പളയ്ക്ക് സ്ത്രീധനം കിട്ടിയ കാലമല്ലേ? പമ്മിയിരിക്കുന്ന പേടിച്ച്, എനിക്ക് 5 അടി കിട്ടിയ 1 ഞാൻ എടുക്കുള്ളൂ, 4 എണ്ണം നിങ്ങൾക്ക് ഞാൻ തരും. തന്നെ തല്ലി മേടിക്കത്തൊന്നുമില്ല. എന്നെ വരാനാ വന്നാ തന്നെ. അല്ല, ഇവരുടെ ഇരിപ്പ് കണ്ടിട്ടെല്ലാം പേടിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എവിടെയും പറയണം സുവിശേഷം. ആരോടും പറയണം സുവിശേഷം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, താല്പര്യം ഉണ്ടേ ഉൾക്കൊണ്ടാൽ മതി. പക്ഷെ ഇത് ഏൽപ്പിച്ചത് ഞങ്ങളെ ഏൽപ്പിച്ചതാ. സഹോദരങ്ങളോട്, ചാർച്ചക്കാരോട്, അയലത്തുകാരോട്, സ്നേഹിതരോട്, ദേശക്കാരോട് അവസരം കിട്ടുമ്പോഴല്ലോ എന്റെ പ്രിയരെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അത് സത്യസുവിശേഷമാ. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. കൊല്ലുന്ന മരണത്തിൻ കോരതര വിച്ചപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി എന്റെ പ്രിയരെ, സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗം. മന്ത്രവാദത്താലൊന്നും ഇരുട്ട് മാറ്റുകയല്ല. ആ വിചാരം ശുദ്ധപ്രയോഗം, ഗൂഢപ്രയോഗം ചെയ്താലൊന്നും ഇരുട്ട് മാറുകയില്ല. ഇരുട്ട് കൂടുകയുള്ളൂ. ചെയ്യും തോറും നിനക്ക് മുടിവാ. അല്ലേ അല്ലേ പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് ചെയ്ത അവസാനം തിരിച്ചടിച്ചെന്ന്. അല്ലെ, പുള്ളിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാ. പക്ഷെ ഇത് അങ്ങോട്ട് ചെന്ന് വെച്ച് ആമൻ മറതാ തിരിച്ചു വന്ന് ഞങ്ങളുടെ പുള്ളിയെ അടിച്ചത് ആര് കിട്ടും. പിന്നെ എഴുന്നേറ്റിട്ടില്ല. സ്തോത്രം. അങ്ങനെയൊക്കെ പോവുകയും ചെയ്യുകയും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകും. പക്ഷെ സുവിശേഷം തിരിച്ചടിക്കുന്നതല്ല, നിന്നെ രക്ഷിക്കുന്നതാ, നിന്നെ വിടുവിക്കുന്ന മാർഗമാ, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയേ, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? എത്ര കുടുംബങ്ങളാ. സ്തോത്രം. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആമ യാതൊരു ലക്ഷ്യമില്ലാതെ, നിരാശയും ആമ പരിതാപവും പരിവട്ടവുമായിട്ട് ആത്മഹത്യക്ക് പോലും ഒരുങ്ങിയ കുടുംബങ്ങൾ.
പക്ഷേ ആകാരത്തിൽ വിഷം കലക്കി കൊച്ചുങ്ങൾക്കും കൊടുത്ത് യാകാനായിട്ടിരുന്നതാ. പക്ഷെ സുവിശേഷം കേട്ടത് കൊണ്ടത് മാറി. ചിലർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പ്ലാവേ കയറി കുരുക്കിട്ട് ആ പ്ലാവിന്റെ കവട്ടയിലും കുരുക്കിട്ട് കടുത്തയിലിട്ടിട്ട് ചേടാൻ ഒരുങ്ങിയപ്പോൾ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചൊരു വാക്യം ഓർത്തു. കുരുക്കഴിച്ച് താഴെ ഇറങ്ങി, രക്ഷപ്പെട്ടു. അതാ സുവിശേഷത്തിന്റെ ശക്തി. ഇരുട്ട് മാറ്റും, ഇരുട്ട് മാറ്റും, ഇരുട്ട് മാറ്റും. അപ്പൊ ഈ സുവിശേഷം കേട്ടാൽ, ഈ സുവിശേഷത്താൽ നടക്കുന്ന കാര്യമാണ്. ഇരുട്ട് മാറും. മാത്രമല്ല ഇരുട്ട് മാറും. അവിടെ ഒരു പദമുണ്ട്, ഭയവും മാറും, ഭയം മാറും. ഭയപ്പെടേണ്ട എന്നൊരു പദമുണ്ടല്ലോ ദൂതന്മാര് പറഞ്ഞ്. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മനുഷ്യനെല്ലാം ഭയമാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭയമാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടും. ഒരാളെന്നോട് പറഞ്ഞു എനിക്കൊന്നും പേടിയില്ല, പക്ഷെ അവളെ പേടിയാന്ന് പറഞ്ഞു. അവളെ പേടിയാ. അവള് പറഞ്ഞാലേ വണ്ടി എടുക്കുകയുള്ളൂ. പുള്ളിയുടെ പേരില്ല വണ്ടി, എന്നാലും അവള് പറഞ്ഞാല്. ഞാൻ ചോദിച്ചാ അത് അവിടെ വീട്ടിൽ നിന്ന് മേടിച്ച് തന്നതാ. അവള് പറയുമ്പോ വണ്ടി എടുക്കും, അവള് ചവിട്ടാൻ പറയുമ്പോ അന്നേരം എന്നെ ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. പേടിയാ, പേടിയാ. ചെല്ലി പറയുന്നത് കേട്ടിട്ടില്ലയോ? പേടിയാ, പേടിയാ. അല്ല, ആരെയും പേടിക്കാത്ത നീ അവളെയെങ്കിലും പേടിക്ക്. വരുന്ന ഉപദേശിമാരെ അച്ഛന്മാരെ നീ ഇങ്ങനെ കറക്കി നിർത്തിയേക്കുന്ന ആളല്ലേ, മിടുക്കനെ. സഭയിൽ ചെന്ന് നീ വലിയ കീർവാണമൊക്കെ അല്ലേക്കുന്നത്. പാഷക്കന്നെ അറിയത്തില്ല, ഞാൻ ആരാന്നറിയോ, കുണ്ടറ ആമേ പാപ്പച്ചൻ എന്ന് പറഞ്ഞോൽ എല്ലാരും കിടുകിട വിറപ്പിക്കുന്നയാളാ. പക്ഷെ വെമ്പള പറയുമ്പം എന്നാച്ചാ, അല്ല ആരെയല്ലോ ഒന്ന് പേടിക്കണ്ടായോ? കൊണ്ടാത്ര ഒത്തിരി വിദ്വാന്മാരുണ്ട് സഭയിലൊക്കെ. വലിയ കസർത്ത് കാണിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചെന്ന പൂച്ച കുഞ്ഞിരിക്കും പോലെ ഇരിക്കുന്നേ. എന്നോട് പുള്ളി പറഞ്ഞു എനിക്ക് അവളെ പേടിയാന്ന് പറഞ്ഞു. അതാ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ. ചില മാതാപിതാക്കൾക്ക് പിള്ളേരെ പേടിയാ, പിള്ളേരെ പേടിയാ. കഷ്ടപ്പെട്ട് വളർത്തി, ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാപ്തരാക്കി അവർക്ക് ജോലിയൊക്കെ കിട്ടി, സാലറിയൊക്കെ കിട്ടി. പക്ഷെ ഇപ്പൊ പേടിയാ, പേടിയാ. എന്തിനിങ്ങനെ തന്തയാനും പറഞ്ഞ് ജീവിക്കുന്നു? ഇവിടെ മാതാപിതാക്കളെ മക്കളെയോ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യണ്ടേ? ആ പേടി എന്നുള്ളത് ഭീകരരൂപിയാന്നുള്ള പേടിയല്ല, ബഹുമാനത്തിൽ കൂടെ ഉള്ള പേടിയാ. അതാ വേണ്ടത്. വേണ്ടേ? ഞാൻ ഈയിടെ തന്തയോട് പറഞ്ഞു കൊടുത്ത് എന്തിനിങ്ങനെ പേടിച്ച് ജീവിക്കുന്നു? ഈ വത്തും വീടും ആരുടെ പേരില്ല, അതെന്റെ പേരില്ല. അത് വിറ്റേച്ച് ബാങ്കിൽ കൊണ്ടിട്ടേച്ച് രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കണം. കോടികളുണ്ട്. ഇവനെല്ലാം കൊടുത്തിട്ട് തന്നെ എടുക്കാനാ? തന്തയെ അന്വേഷിക്കല, തള്ളയെ അന്വേഷിക്കല, മാന്യമായിട്ട് സംസാരിക്കുകയല്ല, അപ്പനും അമ്മയ്ക്കും വേണ്ടതൊന്നും ചെയ്യത്തുമില്ല. ഇതുങ്ങൾ കിടന്ന് നരകയാതനേനോ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ രീതിയൊക്കെ അങ്ങനെ ഇട്ടോണ്ട് അംഗീകരിച്ചാൽ മതി. എടാ അത് വിറ്റേച്ച് ഇപ്പം വിൽക്കാനാണ് ഇഷ്ടംപോലെ ആൾ മേടിക്കും. വിറ്റേച്ച് ബാങ്കിൽ കൊണ്ടിടണം, കൊണ്ടിട്ടേച്ച് എഴുതി വെച്ചേക്കണം. കാലശേഷം അവർക്ക് ഇരുന്നോട്ടെ. കാലശേഷം ഈ പടഭണ്ഡാരം വീടെന്തിനാ തൂത്തുമാരി നിങ്ങൾ കിടക്കുന്നേ? നല്ല കാരണം നടക്കാൻ പറ്റില്ല, നല്ല ആക്കാറല്ല. എന്റെ കണ്ണിന് കണ്ട കാര്യമാണ്. അങ്ങേർക്ക് നിൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ മേല. കൊച്ചുങ്ങൾ നോക്കുന്നുണ്ടോ? അതുമില്ല. ചെയ്യേണ്ട മാർഗം ഞാൻ ഈ ഭയങ്കരം പടഭണ്ഡാരം വീട് ഞാൻ പറഞ്ഞത് വിൽക്കണം. ഇത് വിറ്റേച്ച് ടൗണിൽ ഇപ്പൊ ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. 2 മുറിയും അടുക്കളയും ഒന്നുമില്ല, 2 മുറി ഉണ്ടല്ലോ. 2 ജോലിക്കാരെ നിർത്തണം. അത് വേണം. കാശുണ്ടെന്ന്. എന്തിനീ കാശെല്ലാം കൂടിയിട്ട് നീ കഞ്ഞിയും കുടിക്കുന്നില്ല, ചോവിനെ കഴിക്കുന്നുമില്ല, സമാധാനം എന്തിനിങ്ങനെ ജീവിക്കുന്നത്? അങ്ങനൊന്നും ജീവിച്ചിട്ട് വലിയ കാര്യമില്ല. എന്നെ പുറകോട്ട് നോക്കുന്നേ, അവിടെ വലിയൊരു ഉണ്ടോ? ഈ ടൈപ്പ് കാണും അവിടെ. അവർക്ക് കൂടെ ഉള്ള ദൂത. അന്തസ്സായിട്ട് ജീവിക്കേ. 2 ജോലിക്കാരെയും വെക്കേ. എന്നിട്ട് വേണം ഒന്ന് എഴുതി വെച്ചോ. നിയമജ്ഞന്മാരുണ്ടല്ലോ, എഴുതി വെക്കേ. കാലശേഷം എന്നെ നോക്കുന്നവർക്കാ. ഇത് ഈയിടെ ഒരു തള്ള എന്നോട് പറഞ്ഞ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്നെ ആരുമില്ല. ഞാൻ ചോദിച്ചു എന്ത് എല്ലാവരും? മൂത്തവള് കാനഡ, മോൻ എന്ത് ചെയ്യാ അമേരിക്ക, ഇളയ ഒരാളുണ്ടായിരുന്നല്ലോ അവനെ UK കുളിച്ചിട്ട് ഒരാഴ്ചയായി. മുടിയെല്ലാം ചടകെട്ടാ. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് തള്ളയുടെ മുടിയെല്ലാം കൊടുത്തു. ആ കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. ചെയ്തു കൊടുത്തു. പ്രായമുള്ള അമ്മയല്ലേ, എന്തും എനിക്ക് മുടി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് യോഗമുള്ളതാ.
ചെന്ന സമയത്ത് കണ്ടെടുത്തോളം ചെയ്തു. പിന്നെ ചില കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്താച്ചാ പറഞ്ഞത്. സ്ഥലം എന്തും വേണ്ട, 5.5 ഏക്കർ. ഞാൻ പറഞ്ഞു, തള്ളേ നിങ്ങൾ ഇത് വെച്ചോണ്ടിരിക്കാതെ ഒന്നെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ എവിടെയും പരസ്യം കൊടുത്ത് ഈ 5.5 ഏക്കർ വിൽക്കണം. എന്നെ എനിക്കിങ്ങനെ തുറച്ചു നോക്കുന്നേ. എടാ, നല്ല ബുദ്ധി പറഞ്ഞു തരികയല്ല, നീ കിടന്ന് കുഴയാനില്ല. അത് വിറ്റേച്ച് നിയമപ്രകാരം എഴുതി വെക്കണം, കാലശേഷം എടുത്തോ. കഞ്ഞിയും വെള്ളം കുടിക്കാനോ കുളിക്കാനോ നനയ്ക്കാനോ കിടക്കാം, മലന്ന് കിടക്കുക, എന്തിനങ്ങനെ ജീവിക്കുന്നത്? ആട്ടെ, ഈ യോഗത്തിന് വന്നുകൊണ്ട് അങ്ങനെയൊരു ഒരു ഗുണമുണ്ടാകട്ടെ ഇന്ന് രാത്രി. എനിക്കറിയാം ചില തീരുമാനം എടുക്കുന്നുണ്ടെന്ന്, എനിക്ക് ആ മോഹം കാണുക. ഞാൻ കുറെ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഏതായാലും ദൈവാത്മാവ് തന്നെ പാസ്റ്ററെ കൊണ്ട് ദൈവാത്മാവ് തന്നെ പറയിപ്പിച്ചത്. ഒരു തർക്കം. ഇന്ന് രാത്രി ഞാൻ തീരുമാനം എടുക്കുന്നതിന് ഗുണം വരാൻ പോവുക. എനിക്കൊന്നും തരണ്ട, എനിക്ക് തരാനും അല്ല, എന്നെ വിളിക്കുകയും വേണ്ട. അതിന്റെ നിയമം പോലെ പോവും. കുഴയരുത്. എല്ലാറ്റിലും ഉപരി ദൈവത്തെ വിളിച്ചോണം. അപ്പൊ ഒരു കാര്യം പറയാം, ഈ സുവിശേഷം കേട്ടാൽ ഭയം മാറും. എല്ലാവർക്കും ഭയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ, ചിലക്ക് ഒന്നിനെ പേടിയില്ലെങ്കിൽ പട്ടിയെ പേടിയാ, എന്തിനേലും ഒക്കെ പേടി. അലക്സാണ്ടറിന്റെ പൂച്ചയെ പേടിയായിരുന്നെന്നാ പറയുന്നത്. കണ്ടം പൂച്ച സമുദ്രത്തെ നോക്കിയിട്ട് ആക്രോശിച്ചു, കരയായിരുന്നെ വെട്ടിപ്പിടിക്കുമെന്ന്. ചെവിള്ളി വരയ്ക്കാത്തിരുമ്പോ പൂച്ച കരഞ്ഞ പേടിയാ. ചില വിശ്വാസികൾക്ക് ഉപദേശമാരെ പേടിയാ, ദൈവത്തെ പേടിയില്ല. ദൈവം വന്നിട്ടുണ്ട്, അതങ്ങനെ അവിടെ ഇരുന്നോളൂ. പാസ്റ്റർ വരുന്നു, ദൈവത്തെ പേടിയില്ല. ചെല്ലി പറഞ്ഞു കേട്ടിരിക്കോ, ദൈവം ഒക്കെ അവിടെ ഇരിക്കട്ടെന്ന്. പേടിയാ, ദൈവത്തെ ഭയമില്ല. ചില പാസ്റ്റർമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടിയാ. പേടിയാ. കാശും പുത്തനുമുള്ള മൂപ്പനാന്നെ പിന്നെ പറയേ എല്ലാം പുള്ളിയോട് ചോദിച്ചു തുടങ്ങാം. എന്നാ പുള്ളി എല്ലാവർക്കും പേടിയാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ചിലക്ക് മരണത്തെ പേടി, ചിലക്ക് ലോകത്തെ പേടി, ചിലക്ക് രോഗത്തെ പേടി. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ഭയം മാറ്റുന്നതാ സുവിശേഷം. ഇന്ന് രാത്രി ചിലര് ഭയത്തോടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ഈ രോഗം എന്നെ തകർത്ത് കളയുമോ, ഈ പ്രശ്നം എന്നെ മുടിച്ചു കളയുമോ, ഇത് എന്നെ കൊണ്ട് പോകുമോ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട് വന്നവര് കാണും. ഇന്ന് രാത്രി അങ്ങനെ അലട്ടുന്ന ഭയത്തെ ഈ രാത്രി സുവിശേഷത്താൽ മാറ്റം വരും. ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അവർ സുവിശേഷം വന്നു കഴിയുമ്പോൾ ഇരുട്ട് മാറും. 2 സുവിശേഷം ഭയം മാറ്റും. 3 സുവിശേഷം നമുക്ക് സന്തോഷം തരും. അതാ അവിടെ എഴുതിയിരിക്കുന്ന സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സഹോദര, മദ്യം സന്തോഷം ശരിക്ക് തരുന്നതല്ല. അന്നേരം ഒരു ഇളക്കമൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ള ആൾക്കാരെന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത് കുടിക്കുമ്പോ? ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. കുടിക്കുന്ന സമയത്ത് പയ്യപ്പാടക്കാരൻ തമ്പി മണ്ടനോട് പറഞ്ഞു, 2 അടിച്ചേച്ച് ആരാധനയ്ക്കിരുന്ന ഒരു ഉണർവാണ്. എന്നോട് പറഞ്ഞതാ. യേശു ജനിക്കുമ്പോഴും അടിക്കുന്നുണ്ടല്ലോ, കാരണം ജനിച്ചതിന്റെ സന്തോഷം. യേശുവിനെ ക്രൂശിൽ കയറ്റി കൊന്നപ്പോഴും പിറ്റേന്നും ദുഃഖവും. യേശു ജനിച്ചപ്പോൾ എത്ര കോടിയാ ഗവൺമെന്റിന് കിട്ടിയത്? അവര് പറയാ യേശു ആണ്ടിലൊരു 4 പ്രാവശ്യം ജനിച്ചിരുന്നെങ്കിൽ പിന്നെ മന്ത്രിസഭ ചിലപ്പോൾ മിക്കവാറും തീരുമാനിക്കും എല്ലാ മാസവും യേശു ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറച്ചാ. ഞാൻ 10:30 വരെ എടുക്കും മിക്കവാറും. 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, യേശു ക്രിസ്തു ജനിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ അവൻ സ്വന്തം ഭയം മാറി കിട്ടും, സന്തോഷം കിട്ടും. മദ്യം സന്തോഷം തരുന്നതല്ല, നിന്റെ കുടുംബത്തെ നിന്നെ കാർന്ന് തിന്നുന്ന മാരക വിഷമാണ്. ഇപ്പൊ അങ്ങ് മുട്ടിന് അങ്ങ് ബാറല്ലയോ, മുട്ടിന് തുറക്കുക. എന്നിട്ട് അച്ഛന്മാരും ഉപദേശമാരും സുവിശേഷകരും എല്ലാം അതിനെതിരെ എന്തോ സമരം എന്നല്ലല്ലോ പറഞ്ഞ ലഹരി വിരുദ്ധ മദ്യവർജന സംസ്ഥാന. ഞാനൊരു കാര്യം പറയും, ഇടവക ബാർ നടത്തുന്നവന്റെ അംഗത്വം അങ്ങ് വിട്ട് നീ എന്തിനാ റോഡിൽ കടന്ന് മന്ത്രിസഭയ്ക്കെതിരെ ബഹളം ഉണ്ടാക്കുന്നേ? ഇടവകയിലില്ലയോ? മിണ്ടുന്നില്ല.
ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ കൂടുതൽ ആൾക്കാരില്ലയോ ബാറ്? എന്നല്ലേ പമ്മിയിരിക്കുന്നേ? അവനോട് പറയും നീ പള്ളിയിലോട്ട് വരണ്ടെന്ന്. അയ്യോ അതെങ്ങനെ വെക്കാനാ? അവനായി പ്രാവശ്യം പെരുന്നാളിന് പിന്നെ അവന്റെ കഥനയല്ലോ പൊട്ടി മേളിലോട്ട് കയറി പൂ പോലെ. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ബാറ് നടത്തിയവനാ കൺവെൻഷന് പന്തലിടാൻ അവനാ കാശ്. അവൻ പിന്നെ തവയിലോട്ട് വരണ്ടെന്ന് പറഞ്ഞ എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. അത് മതി. മദ്യം നിന്നെ നശിപ്പിക്കുന്നതാ. ലഹരി പദാർത്ഥങ്ങൾ നിന്റെ കുടുംബത്തെ കയറുന്നു തിന്നുന്നതാ. ഇത് അടിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയൊന്നും കിട്ടുകയല്ല. പിന്നെ അവൻ പറഞ്ഞ പിമ്പിരിയാന്ന വഴി വീതി ഉള്ളതായിട്ടൊക്കെ അങ്ങ് തോന്നും. നമ്മുടെ പെമ്പളയാനും പറഞ്ഞ അപ്പുറം എന്ന് കയറുകയും ചെയ്യും. അവിടുത്തെ അവന് കൈ എല്ലുണ്ടെങ്കിൽ നല്ല താങ്ങും. അവസാനം വേറെ ദിവസത്തിരിക്കും. ആർക്ക് കഷ്ടം, ആർക്ക് കലകം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി. എന്നിട്ട് താഴ്ത്തു പറയാ അവരെന്നെ തല്ലി. അങ്ങനുണ്ട്. ദൈവത്തിന് മഹത്വം. കുടിക്കരുത്, മദ്യപിക്കരുത്, ലഹരി പദാർത്ഥങ്ങളൊന്നും ഇതൊന്നും നിനക്ക് സ്വസ്ഥത തരുന്നതല്ല. ഇതൊന്നും സന്തോഷം തരുന്നതല്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയെയും കുടുംബത്തെയും നശിപ്പിക്കുന്ന മാർഗമാ. അതുകൊണ്ട് നിനക്ക് സന്തോഷം ലഭിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സുവിശേഷത്തെ ഏറ്റെടുക്കണം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ സുവിശേഷം. സങ്കീർത്തനക്കാരൻ പാടുക, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധിക സന്തോഷം എന്റെ ഹൃദയത്തിൽ കിട്ടിയിരിക്കുക. അപ്പോൾ സുവിശേഷം കേട്ടാൽ സന്തോഷമുണ്ടാകും. വിവരിക്കുന്നില്ല അധികം. സുവിശേഷം കേട്ടാൽ, സുവിശേഷം വന്നാൽ അടുത്തത് നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. അവിടെ ഒരു പദമുണ്ട്, രക്ഷിതാവ് എന്നൊരു പദമുണ്ട്. വായിച്ചേ മോളെ, രക്ഷിതാവ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ഇന്ന് രാത്രി ഈ സുവിശേഷത്താൽ സംഭവിക്കുന്നത് നമുക്കൊരു രക്ഷകനെ കിട്ടി. യോ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ആരെന്നെ രക്ഷിക്കൂ? പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, ആരെ കണ്ടാ ഊരെ പിടിക്ക. ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. നിനക്കൊരു രക്ഷകനുണ്ട്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം മലങ്കിയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ രക്ഷകൻ, രക്ഷിതാവ് ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ആ രക്ഷകന് നിന്റെ ഹൃദയം സമർപ്പിക്കുക. ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു ഇന്ന് രാത്രി രക്ഷിക്കും. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് സ്തോത്രം. ഞാൻ നിർത്താൻ വേണ്ടിയാണോ അത് കൊട്ടിയത്? ഇടവന്നൊരു ശബ്ദം കേട്ട് അറിയാതെ കൊണ്ടതാ. ഞാനോടത്ത് നീ നിർത്താൻ ബേച്ചാൻ വല്ലോ സിഗ്നൽ കൊടുത്തതാണോ എന്ന്. നിർത്തട്ടെ ബേച്ചാ? വേണ്ട, ആയിക്കോട്ടെ. ഇതിലൂടെ കേക്ക്, നാളെ ഇല്ലല്ലോ. ഇതിലൂടെ കേക്ക്. അത്യാവശ്യമുള്ളവർ ഇറങ്ങി അങ്ങ് പൊക്കോ. പോകുമ്പോൾ ഭൂതം പോകും പോലെ പോകരുത്. ഉരുട്ടിയിട്ടേച്ച് അതൊക്കെ ഇറങ്ങി അങ്ങ് പോയാൽ മതി. തന്നെ പതുക്കെ കേക്ക്. ഇത് കേൾക്കാൻ കൊള്ളാവുന്നതല്ലയോ? വേറെ എല്ലാം കേൾക്കാൻ കൊള്ളാവുന്നത്, ഇതാ കേൾക്കാൻ കൊള്ളാവുന്നത്. അപ്പൊ സുവിശേഷം കേട്ടാൽ അവന് സ്തോത്രം, നമുക്കൊരു രക്ഷകനെ കിട്ടി. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് യേശുവാ. 5 പൈസ കൊടുക്കണ്ട രക്ഷിക്കാൻ. ഏത്തക്കൊല കൊടുക്കണ്ട, പൂവൻകോഴിയും കൊടുക്കണ്ട, പെടക്കോഴിയും കൊടുക്കണ്ട, അരിയും കൊടുക്കണ്ട, പൊരിയും ഒന്നും കൊടുക്കണ്ട, തുണിയും കൊണ്ട് കൊടുക്കണ്ട. സ്തോത്രം. കച്ചമുറിയും കൊടുക്കണ്ട, സാരിയും കൊടുക്കണ്ട, ഒന്നും മെഴുകുതിരിയും കൊടുക്കണ്ട, വെളിച്ചെണ്ണയും കൊണ്ട് കൊടുക്കണ്ട. യേശുവിനെ ഇന്ന് 2 തിരി കത്തിച്ചിരിക്കും, ഇരുട്ടത്തിരിക്കും. എടാ പൊട്ടാ, യേശു വെളിച്ചവാ. സ്തോത്രം. മെഴുകുതിരിയും വേണ്ട, മുടുത്ത മെഴുകുതിരിയും വേണ്ട, ചെറുതും ഒന്നും വേണ്ട. യേശു ഇച്ചിരി വെളിച്ചെണ്ണ തലയെ തൂത്തോണ്ടിരിക്കും. ഇല്ല, നെറുകപൊരി. ആർക്ക്? ഇവിടെ ഭൂമിക്കടി കൂടെ തൈലനദി ഒഴുക്കുന്നവനാ ദൈവം. എന്നാരാ നീ പറയാ നെറുകപൊരിയുമെന്ന്? സ്തോത്രം. ദൈവത്തിന് ഇത് വേണ്ടാന്ന്. ദൈവത്തിന് എന്തോ വേണം? വായിര് മോളെ, മീക 6:6 വായിര്. മീക 6:6. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. മീക 6:6. പെട്ടെന്ന് വായിര്. നോബിൾ പാസാന്തലും ആരേലും വായിക്കും. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് എന്തോന്നുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവന്ന അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തുവായിട്ട് ചെന്ന അവിടെ കവന്ന് വീഴുന്നേ. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും
ആടുകളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ആടുമായിട്ടോ അങ്ങോട്ട് ചെല്ലണോ? എന്തിനെ? 1000 ആട്ടുകൊറ്റനിൽ. അയ്യോ, 1000 ആട്ടുകൊറ്റന് അവിടുന്ന് പ്രസാദിക്കുമോ? 10,000 തൈലനദി. സൗദിയിലൊക്കെയാണ് ഇപ്പോഴും എണ്ണ എടുത്ത് തീർന്നിട്ടില്ല. നീ കിടക്കുക എന്നാ പറയുന്നത്. അന്നാരാ നമ്മള്? തൈലനദി. സ്തോത്രം. ആടും വേണ്ട, മാടും വേണ്ട, കാളയും വേണ്ട. ദൈവത്തിന്റെ ഒരു ആട് എന്തിന്? ഈ കാട്ടിലോട്ട് ചെന്ന കാട്ടാട് അയ്യര് കളി കണ്ട. മൂന്നാറ് ചെന്ന ആ ഒരു മല മുഴുവൻ മറ്റേ ആടന്നോ വരയാട്. അന്നേരം നീ ചന പോലും പിടിക്കാത്തൊരാടുമായിട്ട് ദൈവത്തിന്. നല്ല ആടാന്നേ കുഴപ്പമില്ല. കൊഴിക്കുന്ന ആട്. അവിടെ മലമണ്ട മുഴുവൻ നല്ല ആടുകളാണ്, ദൈവത്തിൻ്റെതാ. 1000 കാട്ടുജന്തുക്കള്. ഏതെല്ലാം ടൈപ്പ്. കാട്ടുകോഴി എമ്പടി. അന്നേരം നീ ഒരു പൂവൻ കോഴിയായിട്ട് എവിടെ പോവാ? പുതുപ്പള്ളിക്ക്. എന്തിനാ? പഴയ അമ്മമാരൊക്കെ അങ്ങനെ കോഴിയൊക്കെ ഒത്തിരി ഒന്ന് തന്നേക്കാം പുണ്യാളന്. കോഴിയെ നോക്കണം. പുണ്യാളന് വരുന്ന ഗതികേട്. കോഴിയെ നോക്കണം, നിന്നെ നോക്കണം. പുണ്യാളന് പറയാ, തങ്കമ്മേ 3-4 കോഴിക്ക് അട വെക്കരുത്. അപ്പുറം മേരിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെയും പോയി. മനസ്സിലാകുന്നില്ലേ? കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുണ്യാളം വന്ന് പുണ്യാളനെ ആര് നോക്കുമെന്ന് പറഞ്ഞാൽ പുണ്യാളം നടക്കുന്നത്. നിന്റെ ആടിനെയും കോഴിയും നോക്കാനൊന്നുമല്ല. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. അടുത്ത വാക്യം വായിര്. 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? പിന്നെ എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? നരബലി വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നരബലി വേണ്ടെന്ന്. അവരെന്റെ പെടലി കണ്ടിക്കും പ്രസാദിക്കുന്നവനാണോ ദൈവം? അങ്ങനെയൊക്കെ ചെല്ലു പറയുന്നുണ്ട്. വത്സ അവന്റെ പെടലി എടുത്തോണ്ട് വാ, ഞാൻ നിന്നിൽ സംപ്രീതനായി. വത്സൻ ഉടനെ വടിവാളുമായിട്ട് ഇറങ്ങി. വത്സൻ അവന്റെ പെടലി എടുത്തോണ്ട് വരാൻ ഞാൻ നിന്നിൽ. മറ്റൊരുത്തനെ കൊല്ലുന്നതിൽ പ്രസാദിക്കുന്നതാണോ ദൈവം? അതെന്നാ ദൈവമാ? അല്ല, ദൈവം സ്നേഹമാ. കൊല്ലാൻ പ്രേരണ കൊടുക്കുന്നവൻ അല്ല ദൈവം, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാ ദൈവം. ഇന്ന് രാത്രി ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ജീവൻ കൊടുക്കുന്ന ദൈവം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം. നരബലി ദൈവം ഇഷ്ടപ്പെടുന്നില്ലെന്ന് ആണ്ട് ഏലന്തൂര് ഒരു തള്ള മറ്റേ തള്ളെ കണ്ടിച്ചു. വായിച്ചതല്ലയോ? പേര് മറന്നുപോയി. എന്തുവാണ് ഏലന്തൂരെ? സുഹാസിനി എന്തുവാ? എന്തേലും ആട്ടെ, വയ്യാവേലിയാ. എന്തുവായിരുന്നു? കണ്ടിച്ചു. നരബലി, സതി ഇതൊക്കെ നിർത്തലായതാ. ഭർത്താവ് ചത്താ ഉടനെ ചാടിക്കോണമെന്ന്. നരബലികൾ പ്രസാദിക്കുന്നവനല്ല ദൈവം. നിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടിക്കണ്ട, രക്തമൊന്നും ചിന്തണ്ട. കാരണം യേശുവിന്റെ രക്തം മനുഷ്യന് വേണ്ടി ചീന്തി. നീ ഇനി രക്തമൊന്നും ചിന്തി നരബലി വേണ്ട. പിന്നെ എന്തുവാ അടുത്ത വാക്യം വായിര്. മനുഷ്യ ഈ കുണ്ടറക്കാരെ, ഈ അമ്പിപ്പൊയ്യക്കാരെല്ലാം കേൾക്കണം. മനുഷ്യ അല്ലെ അമ്പിപ്പൊയ്യക്കാരെ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുക. എന്തുവാ വായിര്. ന്യായം പ്രവർത്തിക്കണം. അതാ ഇത് ന്യായം ന്യായം വേണേ. ന്യായം എന്ന് പറയുമ്പോൾ ചില കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. ചേട്ടനോ അനിയനോ പെങ്ങക്കോ കൊടുക്കേണ്ടതൊക്കെ കൃത്യം കൊടുക്കണം, അടിച്ചു മാറ്റരുത്. ചേട്ടന് കൊടുക്കേണ്ടത് കൃത്യം കൊടുത്തോണം, അനിയന് കൊടുക്കേണ്ടത് കൊടുത്തോണം, അപ്പന് സഹോദരങ്ങൾ ഒന്നും അടിച്ചു മാറ്റരുത് കേട്ടോ. കൈ വെടിപ്പായിരിക്കണം. അപ്പനും അമ്മയും ചാകാൻ നേരത്തിന് പ്രത്യേക ശുശ്രൂഷയായിട്ട് എന്ന് അയാളിങ്ങനെ ചരിഞ്ഞ് കിടക്കുക, കുറുക്ക് കൊടുത്തോണ്ടെന്ന്. അപ്പൊ ഇതിലോട്ടൊന്ന് ഒപ്പ് വെക്കാൻ, കള്ളയൊപ്പ് മേടിച്ച് വെച്ച് കള്ളയാധാരം ഉണ്ടാക്കി വെച്ച് നീ എന്നിട്ട് തമ്പേർ അടിച്ച് പാട്ട് പാടുക. ഇതാണ് മര്യാദ. മിണ്ടുന്നില്ലല്ലോ. മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ഡൗട്ട് അടിക്കും നീ ആന്ന്. മുമ്പ് ഇച്ചിരി ഇളകുന്ന കണ്ടായിരുന്നല്ലോ. ചേട്ടനോ അനിയനോ സഹോദരങ്ങൾക്കോ കൊടുക്കാനുള്ളതൊക്കെ കൃത്യമായിരിക്കണം, കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. നിന്റെ കയ്യിലൊന്നും അകൃത്യം കാണരുത്. കുണ്ടാൻ വേണ്ടിയല്ല ഒപ്പിച്ചാൽ ഉപവസിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. കഠിന ഉപവാസം. നീ എന്തിനിങ്ങനെ വെള്ളം കുടിക്കാതിരിക്കുന്നത്?
എന്നാ പറഞ്ഞ ഞങ്ങൾ പാലക്കാട്ട് നിന്നൊരു പ്രവാചക പുള്ളി ചൊല്ലി അഴിക്കും. എന്തോ അഴിക്കുമെന്നാ പറയുന്നത്. അതൊന്നും അഴിക്കത്തില്ല. ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. നീതി പ്രവർത്തിക്കണം. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു വന്നപ്പം സക്കായി പറഞ്ഞു, യേശുവേ പകുതി ദരിദ്രന്മാർക്കാ, പകുതി നിർത്തിയില്ല. പിന്നെ ആരോടെങ്കിലും വല്ലതും ചതിവായിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാച്ച് വേണം പ്രാർത്ഥിക്കാൻ. കള്ളത്തുലാസ് യഹോവയ്ക്ക്. ഇപ്പൊ പറഞ്ഞ ഈ എഫക്റ്റ് അല്ല. പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു, ചിലടത്ത് പറഞ്ഞാലും ഈ എഫക്റ്റാ. പാല് കൊടുക്കുമ്പോഴേ വെള്ളം ചേർക്കരുത്. ഇപ്പം വെള്ളം ചേർക്കുന്നില്ല, വെള്ളമായിട്ടാ പോയി കറക്കുന്നത്. അപ്പൊ പിന്നെ വെള്ളം ചേർക്കുന്നില്ല, വെള്ളത്തിലോട്ട് അങ്ങ് കൈവെടിപ്പായിരിക്കണം. തൂക്കമേ ഇപ്പൊ എല്ലാം വലിയ പുതിയ ഇതാ, തൂക്കമൊക്കെ കൃത്യമായിരിക്കണം കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ ചിലര് തട്ടയിലോട്ട് 2 തട്ടല് എടുത്തിടുമ്പോ അങ്ങ് താഴും, ഉടനെ അങ്ങ് എടുക്കും. അതാ വീണേന്റെ ആക്കത്ത് താടുന്നതാ. അതവിടെ നിർത്തി എന്നാ നിങ്ങളെല്ലാം എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? നീതിന്യായവും വേണം. അപ്പന് കൊടുക്കണ്ട. അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കണം. 5-8 മക്കൾ കാണും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം. അപ്പനും അമ്മയും ശുശ്രൂഷിക്കാതെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ 5:30 കുർബാന കയറിയാലും നിന്നെ രക്ഷപ്പെടുകയല്ല. മലയ്ക്ക് പോയാൽ നിന്നെ കടുവാ പിടിക്കും. മക്കയ്ക്കാണെങ്കിൽ സൂക്ഷം നീ കയറുന്ന പിളയും താഴും. പെന്തിക്കോസ് കോളിലാണെങ്കിൽ ആ ചീലാന്തി ഇടിഞ്ഞ് നിന്റെ മണ്ടേ വീട് ഉപദേശിയും ചാകും. തമ്പേറടിച്ച് തല്ലിപ്പൊട്ടിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? അവിടെ ഇരിക്കുക കേട്ടേച്ച് പോകും. നാളെ ഇല്ല, അവിടെ ഇരിക്കുക. എഴുന്നേറ്റാ ഞാൻ അത്യാവശ്യമുള്ളവർ വേണേ അങ്ങ് പതുക്കെ പൊക്കും. നീതിന്യായവും പ്രവർത്തിക്കണമെന്ന് ഒന്നുകൂടെ വായിച്ചേ സഹോദരി. ന്യായം പ്രവർത്തിക്കണം. അതാലയോ ഇഷ്ടപ്പെടുന്ന ന്യായം പ്രവർത്തിക്കണം. ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് വേറെ എന്തുവാ ചോദിക്കുന്നേ? നിന്റെ ആടും വേണ്ട, മാടും വേണ്ട, കോഴിയും വേണ്ട, നിന്റെ വസ്തുവും വേണ്ട, ഓത്രകാഴ്ചയും വേണ്ട, ഒന്നും വേണ്ട. നീ ചെയ്യേണ്ട കാര്യം, ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം ഒന്ന് ന്യായം പ്രവർത്തിക്കണം. ദയാതൽപരനായിട്ടിരിക്കണം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം. ദയ വേണേ. വീട്ടിൽ വരുന്നവരോട് ദയോടെ ഇടപെടണം. പിച്ചക്കാരനാ വരുന്നെങ്കിലും അവൻ വിശന്നാ വരുന്നെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം. എല്ലാവരെയും വിശ്വസിച്ച് അകത്ത് കയറ്റാൻ ഒക്കുകയല്ല. എങ്കിലും ചില വീടുകളിൽ സിറ്റൗട്ടും കാർ പോർച്ചും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരെയും വിശ്വസിക്കാനൊന്നും ഒക്കത്തില്ല. എല്ലാവരും വിശ്വസ്തരല്ലെങ്കിൽ എല്ലാവരും കുഴപ്പക്കാരുമല്ല. കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗം പറഞ്ഞു, വണ്ടിയെ കയറുമ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ നിൽക്കുക, നമ്മൾ സീറ്റയിൽ ഇരിക്കുക. അപ്പച്ചനെ ഇരുത്തണം, നമ്മളൊന്ന് എഴുന്നേക്കണം. നമ്മളത് അപ്പച്ചനെ ശ്രദ്ധിക്കത്തുമില്ല, ഇരുത്തുക. അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് തലയിട്ടുകൊണ്ടിരിക്കും. കുണ്ടറ മുതൽ ചിന്നക്കട വരെ നോക്കിയാലല്ലേ അപ്പച്ചൻ കാണുക നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. ദയ ഉണ്ടായിരിക്കണം കേട്ടോ. ദയാതൽപരനായിട്ടിരിക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം. സമൂഹത്തോട് സഭ നോക്കിയല്ല, മതം നോക്കിയല്ല, കളർ നോക്കിയല്ല, ഏത് വ്യക്തിയെ ദയോടെ ഇടപെടണം. ഇതൊക്കെയാ ദൈവം ഇഷ്ടപ്പെടുന്നേ. സ്തോത്രം. കൈയറത്ത ഉപ്പ് തേക്കാത്ത വിദ്വാന്മാരുണ്ട്. കൈയറത്ത എന്തിനിങ്ങനെ ജീവിക്കുന്നു? സ്തോത്രം. ദയാതൽപരനായിട്ടിരിക്കണം. മാത്രമാണോ ദൈവത്തിന്റെ സന്നിധി നിന്നെ തന്നെ അഹങ്കരിക്കരുത്. എന്നോട് കൂടെയുള്ള ദൂത ആരും അഹങ്കരിക്കരുത്. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അഹങ്കരിക്കരുതെന്ന് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ചില ആൾക്കാർ പറയത്തില്ലയോ, പാസ്റ്ററെ എന്നോടൊരാൾ പറഞ്ഞ ഞാൻ എൻ്റെ മെത്തയിലേക്ക് കിടക്കുള്ളൂ, വേറെ മെത്ത ഇത് പ്രത്യേക മെത്തയാന്ന്. ആയിക്കോട്ടെ. വെള്ളം പൊങ്ങിയപ്പോ ക്യാമ്പിൽ പോയി ബെഞ്ചേ കിടക്കുന്നത്. ഞാൻ പിന്നീട് ചോദിച്ചു, മെത്ത ഉണ്ടായിരുന്നു? എവിടെ കിട്ടാന്? മെത്തയെല്ലാം വെള്ളം കയറി. കണ്ടോ? അഹങ്കരിക്കരുതെന്ന്. ചില അമ്മമാരൊക്കെ സഭയിലൊക്കെ വരുമ്പോ എല്ലാവരും അല്ല, ചില സഹോദരിമാർ വലിയ ക്രെഡിറ്റില്ല പറയുന്നത്. വലിയ ക്രെഡിറ്റില് അമ്മാമ്മേ എല്ലാ പിള്ളേരെയും പോലല്ല മോള്, അവളെ പ്രത്യേക ടൈപ്പാ. ആണോ? ഇവളിപ്പോ ഇങ്ങനെ വെളിയിലൊക്കെ പോയി പഠിച്ച് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അവള് എല്ലാ ഫുഡും ഒന്ന് യൂസ് ചെയ്യല്ല. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗം തീരുകല്ലേ. തെറ്റിയോ? അവൾ എല്ലാ ഫുഡും ഇപ്പം പിന്നെന്തോ അവൾ യൂസ് ചെയ്യുന്നേ. അവളെ കിങ് ഫിഷ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊല്ലത്തെല്ലാം വാടിയിൽ പോയി ഒത്തിരി നേരം നിന്ന് വാടി. കാരണം കിങ് ഫിഷ്
മനസ്സിലാകുന്നുണ്ടോ? പിന്നെ മോനാണെങ്കിൽ അവന് പിന്നെ ഈ നല്ല പോത്ത് ഒലത്തണം. മോൻ എന്നെ ഇങ്ങനെ ഇറുകണ്ടിട്ട് നോക്കുന്ന കാര്യാ മോനെ പറയുന്നേ. പിന്നെ മോനും രക്ഷിക്കപ്പെട്ടോണം, നരകത്തിൽ പോകരുത്, യേശുവാ രക്ഷകൻ. ഇതെല്ലാം വെച്ചേച്ച് മോൻ പോകരുത്. മോൻ ഇതെല്ലാം വെച്ചില്ലേലും എൻ്റെ പൊന്നച്ച യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അപ്പൊ ചിലരങ്ങനെ നിർബന്ധ ബുദ്ധിയാ, ക്രെഡിറ്റിലായി പറയുന്നേ. അയ്യോ വെള്ളപ്പൊക്കം വന്ന് അങ്ങേയറ്റം പറ്റിയപ്പം കിങ് ഫിഷ്, അവക്ക് കിങ് ഫിഷ് വേണ്ട, അവള് പണ്ണ് തട്ടിപ്പറിക്കുന്നു. ഉണ്ടോ? പണ്ണ് വേണ്ട ഇപ്പം കിങ് ഫിഷ്. ബീഫ് വലത്തി കൊടുക്കേണ്ടവൻ അത് വേണ്ട, എവിടെ കിട്ടാനാ? അവൻ പറഞ്ഞ എനിക്കൊരു റൊട്ടിയെങ്കിലും തരാൻ, മോഡേൺ ബ്രെഡ്. നിനക്കിപ്പോ ഓലത്തണ്ടേ? അഹങ്കരിക്കരുതെന്നായി പറഞ്ഞത്. ചെല്ലു പറയത്തില്ലയോ, അമ്മമ്മ ഞാൻ വണ്ടിയില്ലാതെ എങ്ങും പോകില്ല. ഞാൻ ജനിച്ചപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ അംബാസഡർ വണ്ടിയില്ലാതെ ഞങ്ങൾ കൊച്ചിലി മുതലേ വണ്ടി യൂസ് ചെയ്യും. ആണ്ട വെള്ളം പൊങ്ങിയപ്പോ ഒരു മുടുത്ത ചെമ്പിനകത്തൊരു തള്ളയെ തള്ളിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ കണ്ടതല്ലേ, ഒരു വലിയ ചെമ്പിനകത്തൊരു വണ്ണമുള്ള തള്ള, ഒരു ചെമ്പ് നിറച്ചോണ്ടൊരു തള്ള, ഏതാണെന്നൊന്നും എനിക്കറിയാൻ മേല. ഒരുത്തൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന തള്ള ചെമ്പിനകത്തിരിക്കുന്നത്. ചെമ്പിനകത്ത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, തള്ള കയറിയിരിക്കുക. നിങ്ങൾ കണ്ടതല്ലേ. ഇവിടെ ഞാൻ നിർമ്മിത കഥയൊന്നും പറഞ്ഞതല്ല. ഇപ്പൊ കാറ് വേണ്ടേ കാറ്? അഹങ്കരിക്കരുത്, നിഗളിക്കരുത്, ഡംബം കാട്ടരുത്. ഡംബികളോട് ദാർഷ്ട്യത്തോടെ സംസാരിക്കരുത്. നീ ദൈവത്തെ ഭയപ്പെട്. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഒരു ചുക്കും നടക്കുകയല്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളമാ. ഒരു പഴയ പാട്ടുണ്ട്, 4 വിരലേ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. 4 വിരൽ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. വേഷനിഴലിൽ നടമോദങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ ഒരിക്കലേവനും പാടമേ ജാഗത്തൊന്നുമില്ല. അഥവാ ചത്ത ഇന്ന് രാത്രി നിന്നെ അടക്കി വെച്ചേ ഞാൻ പോവുള്ളൂ. വേറെ പാട്ട് പാടി. ഒരിക്കലേ വന്നു മരിക്കും നിർണയ ഒരുങ്ങെല്ലാവരും. ദാരിദ്രൻ ധനികൻ വയസ്സർ ശിശുവും മരിക്കുന്നില്ലയോ? ഏത് സമയത്തും മരണത്തിന്റെ തണുത്ത കരം എന്നെയും നിങ്ങളെയും വന്ന് തപ്പും. എന്റെ പ്രിയരെ, വാക്ക് നിർത്തുക. മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഇത് സുപ്രസാര കാലം, ഇത് രക്ഷാ ദിവസം, ഇത് തള്ളിക്കളയരുത്. എന്തുവാ 9 നിർത്തിയേക്കാം? പറയണ്ടായോ? ഞാൻ എടുത്തോളാൻ പറയുമ്പോൾ ഞാൻ ഓർത്ത് 9 ആയോളെന്ന്. ഇനി ദൈവം അനുവദിക്കാതെ ബാക്കി പിന്നെ ആവശ്യമുള്ളതൊക്കെ ആയി പോരെ. ആവശ്യത്തിനായി ഇത് മതി. ഗുണമാകാനാന്ന ഇതൊക്കെ മതി. ഇത് മതി. ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. നിനക്ക് വേണ്ടിയാ മരിച്ചത്, എനിക്ക് വേണ്ടിയാ മരിച്ചത്. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ പാപമോചനമുണ്ട്. നിർമ്മല രക്തം, വിലയേറിയ രക്തം, പുണ്യാക രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ നിനക്ക് വിടുതലുണ്ട്. Praise the Lord. Praise the Lord. ഈ രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. ഞാൻ അടുത്ത വാക്യത്തിലൊന്നും വന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ സത്യം പറയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് അഹങ്കരിക്കരുത്, നിഗളിക്കരുത്, ഡംബ് പറയരുത്. ഏത് മനുഷ്യനും ഉറച്ചു തന്നാലൊരു ശ്വാസമാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെടാ. വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ ഭജിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ഏവർക്ക് കൃപ നൽകട്ടെ.